എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഹാൻഡ്സ് റൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ താങ്ക് യു വെരി മച്ച്. നമ്മൾ ട്രാവലിംഗിലാണ്, അപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രസന്റേഷനിൽ. ബട്ട് സ്റ്റിൽ ഒരു ഓവറോൾ ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ടു ടെത്രോഷ്യൻ ഫാമിലി, ടെത്രോഷ്യൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, വുഡ ഇൻഡസ്ട്രി, എല്ലാത്തിലേക്കും ഹാർട്ടി വെൽക്കം ടു ഓൾ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിൽ സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ വെൽക്കം ടു ടെത്രോഷ്യൻ വൺസ് അഗൈൻ. നമ്മള് ദർ ആർ ന്യൂ മെമ്പേഴ്സ്, ഓൾഡ് മെമ്പേഴ്സ്. അപ്പൊ എല്ലാവരുടെയും ഇൻഫർമേഷനിലേക്ക് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2024 മാർച്ച് 20th ഇതിന്റെ ഫസ്റ്റ് ഡിപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. 21 തീയതി മാർച്ച് 21 നമ്മൾ ഇതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം 21 തീയതി ആയപ്പോൾ നമ്മൾ 1 ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. വളരെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതൊരു 90 പൈസയിൽ നിന്ന് ഒരു 22 റുപ്പീസിലേക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഒരു പ്രോജക്റ്റ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ് എല്ലാവരും കേൾക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഈ ഒരു ടെത്രോഷ്യൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു പ്യുവർ സയൻസ് ബേസ്ഡ്, മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. കാൽക്കുലേഷൻസ് ആണ് ഇതിന്റെ മെയിൻ. അവിടെ ഈ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും പ്രൈസ് കൂടുന്നു എന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് നോർമലി നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ബാക്കി എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്കറിയാം, വാങ്ങിയാൽ വില കൂടും, വിറ്റാൽ വില കുറയും. പക്ഷെ ഇവിടെ മാത്രം വാങ്ങിയാലും വില കൂടും, വിറ്റാലും വില കൂടും. അതൊരു കാൽക്കുലേഷൻ സിസ്റ്റമാണ്. അതിന്റെ ലിക്വിഡിറ്റി, അതിന്റെ സപ്ലൈ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ്. വാങ്ങുമ്പോൾ സപ്ലൈ കൂടും, വിൽക്കുമ്പോൾ സപ്ലൈ കുറയും. ബട്ട് നോർമലി ഉള്ള എല്ലാ സിസ്റ്റത്തിലും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും സർക്കുലേറ്റിംഗ് സപ്ലൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒരിക്കലും കുറയുന്നില്ല, കുറയ്ക്കാനും പറ്റില്ല. അവരുടെ സിസ്റ്റം അനുസരിച്ച് അത് കുറയ്ക്കാനും പറ്റില്ല. ഇപ്പോ ഇത്രയും ബിറ്റ് കോയിൻ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കുറയ്ക്കാൻ സാധ്യമല്ല. അത് ഇനിയുള്ള പ്രൊഡക്ഷനും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ ഒരു സപ്ലൈ ഉണ്ടാവും. ആ സപ്ലൈ ഒരിക്കലും ഇനി കുറയില്ല. ബട്ട് ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് ഈ ടെത്രോഷ്യന്റെ സിസ്റ്റം ഉള്ളത്. ടെത്രോഷ്യനിൽ ഒരു വ്യക്തി വന്ന് വാങ്ങിക്കുമ്പോൾ കോയിൻസ്, ഈ യൂണിറ്റ്സ് കിട്ടും. അയാൾ വിൽക്കുമ്പോൾ അതേ യൂണിറ്റ്സ് ആ സിസ്റ്റത്തിൽ തന്നെ ഡിലീറ്റ് ആയി പോവാണ്, അല്ലെങ്കിൽ ബേൺ ആയി പോവാണ്. ഇത് ഇതുവരെ ഇല്ലാത്തൊരു സിസ്റ്റമാണ്. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സയൻസ് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ബട്ട് എനിവേ, ഇതെല്ലാ കാൽക്കുലേഷനുകളും ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. നമുക്കതിൽ കാര്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സിസ്റ്റം അത്രയും സിമ്പിൾ ആയിട്ടാണ്. ഇതുവരേക്കും നമുക്കൊരു ലൂസർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ലേ ഈ ഒരു പ്രോജക്റ്റില്. വളരെ 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 എന്താ പറയാ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ. ഇവിടെ നമ്മളൊരു ഗ്രോത്ത് പാറ്റേൺ ആണ് നമ്മൾ ഉള്ളത്. നോർമലി നമ്മൾ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള പല പ്രോജക്റ്റുകളും നമുക്കറിയാം. ROI ബേസ് ചെയ്തിട്ടുള്ള, ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഡെയിലി ഇത്ര എന്ന് പറയുന്ന സിസ്റ്റം ട്രഡീഷണൽ മാർക്കറ്റിൽ ഇല്ലാത്തൊരു സിസ്റ്റമാണ്. ട്രഡീഷണൽ മാർക്കറ്റിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമുക്ക് ഇയർലി വൺസ് ഒരു പെർസെൻറ്റേജ് ബാങ്ക് തരും എന്നല്ലാതെ, അല്ലെങ്കിൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങൾ, NBFCകൾ ഒക്കെ ഇയർലി വൺസ് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. അത് RBI പെർമിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാക്കറ്റിൽ നിൽക്കണം. അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഒരുപാട് പ്രോജക്റ്റുകളിൽ ഡെയിലി
1%, 1/2% വെച്ചിട്ട് പല പല പെർസെൻറ്റേജുകൾ ഡെയിലി പറയുന്നുണ്ട്, ഫിക്സഡ് എമൗണ്ടുകൾ. ഈ ഫിക്സഡ് എമൗണ്ടുകൾ വരുമ്പോൾ അത് ബാങ്ക് ആയാലും ശരി, ഈ പറയുന്ന സ്ഥാപനങ്ങളായാലും ശരി, അതൊരു ലയബിലിറ്റിയാണ്. അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഒരു റവന്യൂ അവർ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റില്ല, ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റത്തില് നമ്മളിപ്പോൾ ട്രഡീഷണലി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ പല പല പ്രോജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഗ്രോത്ത് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഈവൻ ട്രഡീഷണലി നമ്മൾ ഗോൾഡ് വാങ്ങിച്ചാലും ഗോൾഡിന്റെ വാല്യൂ കൂടും, യൂണിറ്റ് കൂടില്ല, വാല്യൂ ആണ് കൂടുന്നത്. അപ്പൊ അതിനാണ് ഗ്രോത്ത് സിസ്റ്റം എന്ന് പറയുക. അപ്പൊ ആ ഗ്രോത്ത് സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. അത് നോർമലി എവിടെയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. പക്ഷേ ഈ ROI അല്ലെങ്കിൽ റിട്ടേൺസ്, മന്ത്ലി റിട്ടേൺസ് അല്ലെങ്കിൽ ഡെയിലി റിട്ടേൺസ് അങ്ങനെ കൊടുക്കുന്ന പ്ലാനിന് ഒരു ലൈഫ് കുറവായിരിക്കും. കാരണം അത് വാങ്ങിയാലും കൂടുതൽ പുറത്തേക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇതുള്ളതുകൊണ്ട് അധിക കാലം ഇതൊന്നും നിലനിൽക്കില്ല, എല്ലാം സ്കാം ആയി പോകും. പക്ഷെ ഇവിടെ ഈ പറയുന്ന പ്രോജക്റ്റില്, ടെത്റോഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റില് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് സെയിൽ ചെയ്യാവുന്ന ഒരു ഷിപ്പാണ്. വലിയ 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 അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ഹെവി ടൈഡ് വേവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും സ്മൂത്ത് ആയിട്ട് ഏൺ ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് തന്നെ മൂവ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇത് ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് ആണ്. അപ്പൊ ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അതിന്റെ ലിക്വിഡിറ്റിയും അതിന്റെ ടോട്ടൽ സപ്ലൈയിലാണ്. സപ്ലൈയും വ്യത്യാസം വരും, കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും സപ്ലൈ. അതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ആ ലിക്വിഡിറ്റിയും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് കയറി പോകുന്നത്. ടെത്റോഷൻ ബേസിക്കലി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. USDT ആണ് അതിന്റെ ബേസ്. ഈ സിസ്റ്റം ടോട്ടലി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതൊരു എന്താ പറയുക, ഇൻഡിപെൻഡന്റ്ലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റങ്ങളൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക് ആയിട്ടുള്ള അണ്ടർലൈൻ സിസ്റ്റം ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ബ്ലോക്ക് ചെയിൻ നമ്മൾ BNB ചെയിനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഫീസ് കുറവ് കമ്പയർ ടു ഇത് ബാക്കി എല്ലാ നെറ്റ്വർക്കിലേക്കാട്ടും കുറച്ച് ഫീസ് കുറവ് ആണ് ഈ പറയുന്ന BNB നെറ്റ്വർക്കിലുള്ളത്. ആ BNB നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഫണ്ട്സ് വളരെ സേഫ് ആണ്. ഈ പറയുന്ന പ്രോജക്റ്റിന്റെ ഫണ്ട്സ്, ദാറ്റ് ഇസ് ദ ലിക്വിഡിറ്റി ഫണ്ട്സ്, അതിനകത്ത് വരുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലെ ബാലൻസ് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ്. ഈവൻ ഇതിന്റെ ഓണേഴ്സിന് പോലും അതിൽ കിടക്കുന്ന ഫണ്ട്സ് എടുത്തു പോകാൻ പറ്റില്ല. ഓൺലി ഇതിലെ കോയിൻ യൂസേഴ്സ് മാത്രമേ അവർ സെല് ചെയ്യുന്ന യൂണിറ്റിന് തക്കതായിട്ടുള്ള എമൗണ്ടുകൾ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. വളരെ ക്ലീൻ ആയിട്ട് തന്നെ അത് മൂവ് ചെയ്യും. അതിന് വേറെ എറർ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസോ അങ്ങനെയൊന്നും ഇതുവരേക്കും നമ്മൾ അത്ര കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ഇഷ്യൂസ് അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഇഷ്യൂസും നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നിട്ടില്ല. ഈ പറയുന്ന ടെത്റോഷനിൽ തന്നെ നമ്മൾ ഇപ്പൊ റീസെന്റ് ഒരു സെക്കൻഡ് പ്രോജക്റ്റ് കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെ ഫസ്റ്റ് പ്രോജക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് പ്രോജക്റ്റ് ഉള്ളത്. പക്ഷേ കാൽക്കുലേഷൻ ഫസ്റ്റ് പ്രോജക്റ്റിൽ തന്നെയാണ് ഉള്ളത്. ഫസ്റ്റ് പ്രോജക്റ്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റ് പ്രോജക്റ്റിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കോയിന്റെ എണ്ണം കൂടും, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്, കോയിൻ എന്ന് പറയാൻ പറ്റില്ല, യൂണിറ്റിന്റെ എണ്ണം കൂടും. ഫസ്റ്റ് പ്രോജക്റ്റിൽ വിൽക്കുമ്പോൾ കോയിന്റെ എണ്ണം കുറയും. പക്ഷെ സെക്കൻഡ് പ്രോജക്റ്റിൽ വാങ്ങുമ്പോൾ യൂണിറ്റുകൾ വരും, പിന്നെ അവിടുന്ന് വിൽക്കുമ്പോൾ ഇത് സർക്കുലേറ്റിംഗിലാണ് പോകുന്നത്. ഫസ്റ്റ് പ്രോജക്റ്റിന്റെ ഓപ്പോസിറ്റ് സിസ്റ്റമാണ്. ഇവിടെ സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ടാണ് ഈ പ്രൊഡ്യൂസ് ആവുന്നത് മുഴുവൻ സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ്. രണ്ടിലും പ്രീമൈൻഡ് ആയിട്ട് നമ്മൾ യൂണിറ്റുകളൊന്നുമില്ല. അതായത് ആദ്യമേ തന്നെ കുറെ കോയിൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ക്രിയേറ്റ് ചെയ്ത കോയിൻസ് സെല് ചെയ്യുന്ന സിസ്റ്റം ഇതിനകത്തില്ല. യൂസർ വരുന്ന സമയത്ത് മാത്രമേ, ഡിമാൻഡ് ഉള്ള സമയത്ത് മാത്രമേ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. പിന്നീട് അത് സർക്കുലേഷനിലാണ് പുതിയ പ്രോജക്റ്റിൽ വരുന്നത്. ഇതിൽ രണ്ടിലും വരുന്ന റവന്യൂ, ഈ പറഞ്ഞ രണ്ട് പ്രോജക്റ്റിൽ വരുന്ന റവന്യൂ ലിക്വിഡിറ്റിയിലേക്ക് പോകും. ലിക്വിഡിറ്റിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂണിറ്റിന്റെ പ്രൈസ് കൂടും. ആദ്യത്തെ പ്രോജക്റ്റിന്റെ പ്രൈസ് കൂടും. നമ്മൾ പുതിയ പ്രോജക്റ്റില് ആദ്യത്തെ പ്രോജക്റ്റിന്റെ 5 ടൈംസ് ആണ് നമ്മൾ ഇവിടെ പ്രൈസ് ലോക്ക് ചെയ്തേക്കുന്നത്.
അപ്പോൾ ടെതർ ഓഷനിൽ 1 പൈസ കൂടിയാൽ പുതിയ പ്രോജക്റ്റ് ആയിട്ടുള്ള ടോവയില് 5 പൈസ കൂടും. $1 കൂടുന്നതെങ്കിൽ ഇവിടെ $5 കൂടും. അപ്പൊ വളരെ സേഫ് ആണ്. നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെയാണ്. ഇവിടെ സിസ്റ്റത്തിന്റെ റവന്യൂ വരുന്നത് ബൈ ചെയ്യുമ്പോൾ 1% ഫീസും സെൽ ചെയ്യുമ്പോൾ 3% ഫീസും ആണ് എടുക്കുന്നത്. ആ ഫീസിൽ നിന്ന് ഇതിന്റെ നെറ്റ്വർക്ക് കമ്മീഷൻസും ഇതിന്റെ ലിക്വിഡിറ്റിയും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പൂളുകളുടെ എല്ലാം എമൗണ്ടുകൾ അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ആവുകയാണ്. അപ്പോ ടോട്ടലി അതിന്റെ ഡീറ്റെയിൽ മജീദ് സാർ ഉണ്ടോ ലൈനില്? മജീദ് സാറിന്റെ മൈക്ക് കണക്ട് ആയിട്ടുള്ളൂ. നമ്മൾ ട്രാവലിംഗിലായതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രസന്റേഷൻ ഫയൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസന്റേഷൻസ് നമ്മളിപ്പോ ഈ 1-ാം തീയതി വരേക്കും ഈ നോമ്പ് കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റേഷനിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ 1-ാം തീയതി ആകുമ്പോഴേക്കും പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള പ്രസന്റേഷൻസ് എല്ലാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. അതുവരേക്കും നമ്മൾ ജസ്റ്റ് ബേസിക് പ്രസന്റേഷൻസും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ള എല്ലാവരും പുതിയ പ്രോജക്റ്റിൽ ഉള്ളവരാണോ അതോ പഴയ പ്രോജക്റ്റിലും പുതിയ പ്രോജക്റ്റിലും ഉള്ളവരാണോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ള പ്രസന്റേഷനുകൾ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചിട്ടോ ഇപ്പൊ കേട്ടെടുത്തോളം എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. 1 by 1 ആയിട്ടൊന്ന് ആൻസർ റേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഒന്ന് ആൻസർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജനറലി ഓക്കെ എല്ലാവരെയും ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. നമ്മുടെ പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ട്. അപ്പൊ സാറേ ഈ 100 ചെയ്ത മാസം എത്ര അതിന്റെ ബെനിഫിറ്റ് എത്ര? എന്താണ് 100 ഒരാൾ 100 ചെയ്താലേ 100 എത്ര അതിന്റെ മാസം? സാറേ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. എത്ര വേണമെങ്കിലും ആകാം. എന്തായാലും കൂടിയേ വരുള്ളൂ. അല്ലാണ്ട് കുറഞ്ഞു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടല്ല നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിന്റെ ആ ഒരു സയൻസ് മനസ്സിലായാലാണ് നമ്മളെ ഇപ്പൊ ഗോൾഡ് മേടിച്ച് ഞാൻ 1 ലക്ഷം രൂപയുടെ ഗോൾഡ് മേടിച്ച് ഞാൻ അലമാരയിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കറിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില കൂടും അല്ലെ? അതിന്റെ വില കൂടുന്നത് എന്തുകൊണ്ടാണ്? ഗോൾഡിന്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിന്റെ വില കൂടുന്നത്. ഇവിടെ ഈ പറയുന്ന ടെതർ ഓഷൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന യൂണിറ്റിന്റെ വില കൂടുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ എത്ര വേണമെങ്കിലും ആവാം. നമ്മള് ഈ പുതിയ പ്രോജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 1.3x ആണ് പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 $130 30%. പക്ഷെ അത് ഒരിക്കലും ഫിക്സഡ് ആയിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്ത് അനുസരിച്ച് ഏത് ലിമിറ്റിൽ ചിലപ്പോൾ 5% ആയിരിക്കാം, ചിലപ്പോൾ 10% ആയിരിക്കും, ചിലപ്പോൾ 15 ആയിരിക്കാം, 20 ആയിരിക്കാം, 30 ആയിരിക്കാം, 50 ആയിരിക്കാം. വാട്ട് എവർ, ഇതെല്ലാം കമ്മ്യൂണിറ്റിയാണ് തീരുമാനിക്കുക. ഈ പ്രോജക്റ്റ് കമ്മ്യൂണിറ്റി സെൻട്രിക് ആണ്. ഇതിലെ കമ്മ്യൂണിറ്റിയുടെ സ്പീഡാണ് ഇതിന്റെ യൂണിറ്റിന്റെ വില തീരുമാനിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി എത്ര ഇപ്പൊ നല്ലൊരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്ത് അത് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു പെർസെന്റേജ് നമുക്ക് ആവറേജ് ഒരു 30% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ 30% ഗ്രോത്ത് നമുക്ക് ഈ ഇതിൽ പോസിബിൾ ആണ്. ഇതിന്റെ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ
പുതിയ മെമ്പേഴ്സിലേക്കും ഇതിന്റെ സിസ്റ്റം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല, ഇതൊരു ട്രേഡിംഗ് പ്ലാൻ ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ യൂണിറ്റ് വാങ്ങിക്കുന്നു, ഈ യൂണിറ്റ് ഞാൻ വിൽക്കുന്നു, അതിൽ കിട്ടുന്ന എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. മറ്റുള്ള പ്രോജക്റ്റിൽ അങ്ങനെയല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളൊരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാവില്ല. മാസം മാസം ഇത് ആദ്യം ചെയ്യണം തോന്നുന്നു അല്ലേ? എന്ത് മാസം ആദ്യം റീഫണ്ട് ചെയ്യണം തോന്നുന്നു അല്ലേ എടുത്തിട്ട്? നമ്മളിപ്പോ ട്രേഡ് ചെയ്യുമ്പോ, ഞാനിപ്പോ ട്രേഡ് ചെയ്യണം, ഞാനിപ്പോ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഷെയർ ഒരു 100 വാങ്ങിച്ചു, അതൊരു 5% പ്രോഫിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാനത് വിറ്റു. വീണ്ടും എനിക്ക് തിരിച്ചു വാങ്ങിക്കാലോ, വീണ്ടും ഞാൻ വാങ്ങിക്കുന്നു, വീണ്ടും വിൽക്കുന്നു, ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും എനിക്ക് ചെയ്യാലോ. അതേപോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ വാങ്ങിക്കുന്നു, കുറച്ച് ഹോൾഡ് ചെയ്യുന്നു, അതിന്റെ പ്രോഫിറ്റ് വരുന്നു, നിങ്ങൾ അത് സെല് ചെയ്യുന്നു, വീണ്ടും. ദാറ്റ് ഇസ് മാക്സിമം നിങ്ങൾക്ക് സെല്ലിംഗ് ലിമിറ്റ് വെച്ചേക്കുന്നത് 30% ആണ്. അപ്പൊ 30% ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് മൊത്തം സെല് ചെയ്യുന്നു. ഇപ്പൊ 100-130 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 130 നിങ്ങൾ വിൽക്കുന്നു, വീണ്ടും 100 നിങ്ങൾ വീണ്ടും വാങ്ങിക്കുന്നു. ഫീസ് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് ആ മാസത്തേക്ക്. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഒരു മാസത്തിൽ ട്രേഡ് ചെയ്യാം. നിങ്ങളുടെ പ്രോഫിറ്റിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അപ്പൊ ഈ എൻറ്റയർ കമ്മ്യൂണിറ്റി നമ്മളൊരു 1000, 2000, 3000, 5000 പേര് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 5000 തവണ 10000 തവണ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ആ റേറ്റ് മാറുന്നത് എന്റെ കയ്യിലിരിക്കുന്ന യൂണിറ്റിന്റെ റേറ്റ് മാറും. മനസ്സിലായോ? അപ്പൊ എനിക്കത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ 30%ന്റെ അടുത്തോ, അല്ലെങ്കിൽ ഇപ്പൊ 10% പ്രോഫിറ്റ് ഉള്ളെങ്കിൽ എനിക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് വീണ്ടും ചെയ്യാം. എക്സാക്ട്ലി ഒരു ട്രേഡിംഗ് മാർക്കറ്റ് പോലെ നമ്മൾ ഷെയർ ട്രേഡിങ്ങും ഇതൊക്കെ ചെയ്യുന്നില്ലേ? പക്ഷെ അവിടെ ഹോൾഡ് ചെയ്ത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പൊ നമ്മളൊരു ഷെയർ വാങ്ങിച്ചു, കുറച്ച് എമൗണ്ടിന് വാങ്ങിച്ചു വെച്ചു, എങ്ങാനും മാർക്കറ്റ് തിരിച്ചടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. പക്ഷെ ഇവിടെ ആ ഒരു സിസ്റ്റം ഇല്ല, ഇവിടെ നഷ്ടമില്ല, ഇവിടെ വാങ്ങും തോറും വിൽക്കും തോറും വില കൂടുകയുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഫിക്സഡ് ആയിട്ട് എത്ര കിട്ടും എന്നുള്ളൊരു ചോദ്യം ഇവിടെ നമുക്ക് പറ്റില്ല. അത് ശരിക്കും ലീഗലിയും അത് നല്ലതല്ല. അത് അംഗീകൃത സ്ഥാപനങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഫിക്സഡ് പെർസെന്റേജ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഈ നാട്ടിലെ നിയമം. നമ്മൾ ഫിക്സഡ് ആയിട്ട് പെർസെന്റേജ് കൊടുക്കുന്നില്ല. ഗ്രോത്ത് പോസിബിൾ ആണ്. അത് ചെറിയ ഗ്രോത്ത് ആവാം, വലിയ ഗ്രോത്ത് ആവാം, നോ പ്രോബ്ലം. ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ഇപ്പൊ ഒരു ഷെയർ ഇപ്പൊ 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അത് വേണമെങ്കിൽ 12 രൂപയാവാം, 15 രൂപയാവാം, 20 രൂപയാവാം. പക്ഷെ ഞാനൊരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് ഫിക്സഡ് ആയിട്ട് വർഷത്തിൽ ഒരു പെർസെന്റേജ് തന്നെ തരുള്ളൂ. മാസം നമുക്ക് അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും തരുമോ? ഇല്ലല്ലോ. ട്രഡീഷണൽ സിസ്റ്റത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ട്രഡീഷണൽ മാർക്കറ്റിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് ഇന്റർനാഷണൽ ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കത് ക്രിപ്റ്റോ കറൻസിയും ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജീനെ ഇതിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. മനസ്സിലായോ? ഓക്കെ സാർ, ശരി. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഹലോ സർ, എന്റെ പേര് ശോഭ എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഞാനിത് 2-3 സമയമായിട്ട് ഞാൻ ഇതിന്റെ ടെറ്ററോഷന്റെ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡൗട്ട് എന്തുവാ, എങ്ങനെ ഈ ഇത് ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ INR-ന്റെ പ്രൈസ് ആണല്ലോ, അതെങ്ങനെ കൺവേർട്ട് ടു USD? അതിനെ കുറിച്ച് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നൊക്കെയുള്ള ഒരു ക്ലാസ് എടുത്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് വേണ്ടി വളരെ ഉപകാരപ്പെടും. ഇത് നമുക്ക് ടോട്ടലി നമ്മൾ ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഡിഫറെന്റ് ആണ് ഈ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം. അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളത്
നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന വാലറ്റുകളുണ്ട്, ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്ന വാലറ്റുകൾ. ഓക്കെ. ലൈക്ക് ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് എന്നാണ് ഇപ്പൊ ഇത് മൂന്നുമാണ് ഇപ്പൊ നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെയും ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പറയുന്നതാണ്. അതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ടോക്കൺ പോക്കറ്റ് ആണ്. അപ്പൊ ടോക്കൺ പോക്കറ്റ് എന്ന് പറയുന്ന വാലറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ഒരു BNB നെറ്റ്വർക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം വാലറ്റ്. ഈ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രോപ്പർട്ടി അല്ല. ഇത് ഓപ്പൺ മാർക്കറ്റിൽ ആർക്കും ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാലറ്റ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ വാലറ്റ് ഡൗൺലോഡ് ചെയ്തു. ആ വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 12 വേർഡ്സ് കിട്ടും. ആ 12 വേർഡ്സ് നമ്മൾ എന്നേക്കുമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. കാരണം അതിന്റെ കൺട്രോൾ വേറൊരാളിലും ഇല്ല. ആ ഒരു വ്യക്തിയിൽ മാത്രം നിൽക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ബാങ്കിനും നിങ്ങളുടെ അക്കൗണ്ടിന്റെ കൺട്രോൾ ഉണ്ടല്ലോ. അതെ. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മിസ്സായി പോയാലും നിങ്ങൾക്ക് അത് ബാങ്ക് റിക്കവർ ചെയ്ത് തരാൻ പറ്റും. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ അങ്ങനെയില്ല. ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. കാരണം അതിന്റെ ഒരു സെൻട്രൽ അതോറിറ്റി കൺട്രോൾ ഇല്ല. സെൻട്രൽ അതോറിറ്റി കൺട്രോൾ ഇല്ലാത്തത് ആരാണ് ഇതിന്റെ ഹോൾഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ഇതിനെ പ്രൈവറ്റ് കീ എന്ന് പറയാം, അല്ലെങ്കിൽ നെമോണിക് ഫ്രേസ് എന്ന് പറയാം. ഇത് ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അയാളാണ് അതിന്റെ ഓണർ. വേറൊരാൾക്കും അതിലേക്ക് കൺട്രോൾ ഇല്ല. അൺലെസ് ആൻഡ് അൺടിൽ ഈ പറയുന്ന കീ നമ്മൾ ഷെയർ ചെയ്യാതെ വേറൊരാൾക്കും അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു വാലറ്റ് ആണ് ഇത്. ഇതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് BNB നെറ്റ്വർക്കിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ടെതർ ഓഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്കൊരു ഇൻട്രൊഡ്യൂസർ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ. എനിക്കൊരു ഇൻട്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ആ ഇൻട്രൊഡ്യൂസർ അയാളുടെ റെഫറൽ ലിങ്ക് നമുക്ക് തരും. ഓക്കെ. ഇതൊരു റെഫറൽ സിസ്റ്റത്തിൽ കൂടെയാണ് നമുക്ക് അത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് റെഫറൽ സിസ്റ്റമാണ്. ഓക്കെ. അപ്പൊ ആ റെഫറൽ ചെയ്യുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. അത് ആരുടെ പേരായിരിക്കും ഇടേണ്ടത്? അത് ആരുടെ പേരല്ല. ഇപ്പൊ മാഡം എങ്ങനെയാണ് ഈ സിസ്റ്റം അറിഞ്ഞത്? മാഡത്തിന് ഒരു ഇൻട്രൊഡ്യൂസർ ഉണ്ടാവുമല്ലോ. ആരെങ്കിലും ഇത് പറഞ്ഞു തരാണ്ട് നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ ആരാണോ പറഞ്ഞു തന്നത് ആ വ്യക്തി ഓൾറെഡി ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഒരു റെഫർ ലിങ്ക് ഉണ്ടാവും. അത് അവരുടെ ഐഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റെഫർ ലിങ്ക് കിട്ടും. നമ്മുടെ യൂസർ നെയിം കാണിച്ചിട്ടുണ്ടാവും. ആ യൂസർ നെയിമിന്റെ താഴെ നമുക്ക് അതിന്റെ റെഫറൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വാലറ്റില് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് INR കൊടുത്ത് നമ്മൾ USDT വാങ്ങി വെക്കണം അതിനകത്ത്. അത് ഇത്ര എടുക്കണം എന്നുള്ളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ? നമ്മുടെ ഒരു മിനിമം റേഞ്ച് എന്ന് പറയുന്നത് $20 to $1,000 ആണ്. ഓക്കെ. അപ്പൊ $20 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1,900 2,000 റുപ്പീസ് കൂട്ടിക്കോളും. ടു $1,000 എന്ന് പറയുന്നത് 90,000 92,000 അടുത്തേക്ക് വരും. ഓക്കെ. അപ്പൊ ഈ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എന്താണോ ആ എമൗണ്ട് നമ്മൾ ആദ്യമേ ആ എമൗണ്ട് കൊടുത്ത് നമ്മൾ ഈ പറയുന്ന USDTയും BNBയും വാങ്ങിക്കണം. അത് എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് അതിനുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് നമ്മുടെ ഇപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെയർ ഓഫിലും ഈ പറയുന്ന യൂണിറ്റ്സ് അവൈലബിൾ ആയിരിക്കും. മാത്ത് വാലറ്റ്. അപ്പോ അങ്ങനെ നമ്മൾ ഈ USDT വാങ്ങിച്ച് നമ്മുടെ ഈ വാലറ്റിൽ അതും കൊണ്ടുവരണം. അത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ റെഫർ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ഡാപ്പ് എന്ന് പറയും, DAPP എന്നാണ് അതിന് പറയാ. ഡാപ്പ് ബ്രൗസർ എന്ന് പറയും. അത് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ബ്രൗസർ ആണത്. എന്ന് പറഞ്ഞാൽ ഈ വാലറ്റിനെ നമ്മളിപ്പോ ഈ ടോക്കൺ പോക്കറ്റ് വാലറ്റിനെ
ടെത്തറോഷന്റെ വെബ്സൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഡാപ്പ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഡാപ്പ് ബ്രൗസറിൽ പോയിട്ട് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ആ പേസ്റ്റ് ചെയ്തത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഡയറക്റ്റ് ചെയ്തിട്ട് ഈ ടെത്തറോഷന്റെ സൈറ്റിലേക്ക് പോകും. ഓക്കെ. അവിടെ ഒരു രജിസ്ട്രേഷൻ പേജ് വരും. അപ്പൊ അതിനു മുമ്പ് അത് നമ്മൾ എന്ത് വാലറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിക്കും. ടോക്കൺ പോക്കറ്റ് ആണോ, മെറ്റമാസ്ക് ആണോ, ട്രസ്റ്റ് വാലറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ അതൊന്ന് Okay. സെലക്ട് ചെയ്തിട്ട് അതിന്റെ താഴെ നമ്മളൊരു പ്രിഫേർഡ് യൂസർ നെയിം കൊടുക്കുക. നിങ്ങളുടെ വേറെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മെയിൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ആ ഒരു വാലറ്റിന്റെ അഡ്രസ് ആണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് വേറൊരു ഐഡന്റിറ്റി ഇല്ല. ഓക്കെ. Okay. ഈ റെഫർ just ചെയ്യുന്ന അറിയാം. പേര് അല്ലേ? ഏതാ? ഈ റെഫർ ചെയ്യുന്ന പേര് അല്ലല്ല, ഇപ്പൊ കൊടുക്കുന്നത്. നമ്മൾ ഈ USDT റിസീവ് ചെയ്യുന്ന ഒരു അഡ്രസ് ഉണ്ട്. ഓക്കെ. ആ റിസീവ് ചെയ്യുന്ന അഡ്രസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഒരു ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള ഒരു അഡ്രസ് ആയിരിക്കും. ഓക്കെ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു 34 ക്യാരക്ടർ ലെങ്ത് ഉള്ള ഒരു വാലറ്റ് അഡ്രസ് ആണ് നിങ്ങളുടെ മെയിൻ ഐഡന്റിറ്റി, സിസ്റ്റത്തിന്റെ ഐഡന്റിറ്റി. ബ്ലോക്ക് ചെയിന്റെ ഐഡന്റിറ്റി അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു യൂസർ നെയിം കൊടുക്കാം. ഓക്കെ. അപ്പൊ സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ന യൂസർ നെയിം കാണുമ്പോൾ ഇത് മാഡം ആണെന്ന് മനസ്സിലാവൂലോ. ഓക്കെ. ഒരു ഈ ആൽഫ ന്യൂമറിക്കിന്റെ ഇത്രയും വലിയൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർമ്മ വരില്ല ഇത് ആരാണെന്നുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു യൂസർ നെയിം കൊടുത്തു. നമ്മുടെ റെഫറൽ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ കോഡ് അവിടെ വരും. ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്നോളും. അതിന്റെ താഴെ ഞാൻ എത്ര എമൗണ്ട് ആണ്, ഇപ്പൊ $100 ആണെങ്കിൽ $100 അവിടെ മെൻഷൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഈ പ്രോസസ്സ് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ID ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അവിടെ എത്ര യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കാണാം. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ പേഴ്സണൽ റെഫറൽ ലിങ്ക് ഉണ്ടാവും. ആ റെഫറൽ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ പരിചയക്കാർക്ക് അത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേറെ സേഫ് ആണ് സിസ്റ്റം, 100% സേഫ് ആണ്. അപ്പൊ എന്റെ യൂണിറ്റ്സ് അതിനകത്ത് കാണാൻ പറ്റും. ഈ യൂണിറ്റ്സ് ഇനി അതിനുശേഷം മാഡം വന്നതിന് ശേഷം ഇതിനകത്ത് നടക്കുന്ന എൻറ്റയർ ട്രാൻസാക്ഷൻസിലും ഈ പറയുന്ന യൂണിറ്റ്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എനിക്കത് സെല് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അതിന് ഇത്ര ദിവസം വെയിറ്റ് ചെയ്യണം അങ്ങനൊന്നും ഇല്ലല്ലോ. എനി ടൈം വി ക്യാൻ പർച്ചേസ്. യു ക്യാൻ, എനി ടൈം യു ക്യാൻ. ഇപ്പൊ നമ്മുടെ പുതിയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ കുറച്ചും കൂടി എളുപ്പമാക്കി. ഇന്ന് വാങ്ങി നാളെ വേണമെങ്കിൽ വിൽക്കാവുന്ന രീതിയിലാണ്. അങ്ങനെയുണ്ട്. അപ്പൊ മജീദ് സാർ ലൈനിൽ വന്നോ? സാർ ഇവിടുന്ന് ബാക്കിയുള്ള ഓക്കെ. അപ്പൊ റെഡി ആണോ സാർ? തീർച്ചയായും. ഓക്കെ. അപ്പൊ ഇനിയുള്ള പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നത് മജീദ് സാർ ആണ്. മജീദ് സാർ വൺ ഓഫ് ദി ടോപ്പ് ലീഡേഴ്സ് ഇൻ ഈ സിസ്റ്റത്തിൽ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഇത്രയധികം എന്താ പറയാ സപ്പോർട്ടും നമ്മുടെ ഈ ഒരു പ്രസന്റേഷൻ സപ്പോർട്ടും എല്ലാം വളരെയധികം നമുക്ക് തന്നിട്ടുള്ള മജീദ് സാർ ആണ്. അപ്പൊ ഐ വെൽക്കം മജീദ് സാർ ടു പ്രസന്റ് ടെത്തറോഷൻ ആൻഡ് ടോവ മാർക്കറ്റ്പ്ലേസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്വാഗതം. വൺ ഓഫ് ദ മാസ്റ്റർ ബ്രെയിൻ ശിവദാസ് സാറിന്റെ സെഷൻസ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കാണുന്നതും മനസ്സിലാക്കുന്നതും ശിവദാസ് സാർ വഴി തന്നെയാണ്. 2024 ഏപ്രിൽ 2-ാം തീയതി ഞാൻ രാവിലെ ശിവദാസ് സാറിന് ഒരു മെസ്സേജ് അയക്കുന്നു വാട്സപ്പിൽ. ആ മെസ്സേജ് കണ്ട മെസ്സേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു, ഇങ്ങനെ പുതിയൊരു ടെക്നോളജി വർക്ക്ഔട്ട് ആകുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു എന്താണ് ആ ടെക്നോളജി, എന്താണ് സബ്ജക്റ്റ്. അപ്പോ ഓവർ ഫോണിലൂടെ ഒരു 20-25 മിനിറ്റ് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സാധനം മാർക്കറ്റിൽ സാധ്യതയുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഇതുവരെ വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റും ഇത്തരം ഒരു ആശയത്തെ അവതരിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ലോക ഇക്കണോമിക്സിൽ തന്നെ വില കയറുക മാത്രം ചെയ്യുന്ന ഒരു സയൻസ് ഇതുവരെയും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതിനൊരു സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ഇപ്പോൾ എവിടെയുണ്ട് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തൃശ്ശൂരുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെ വൈകിട്ട് ഏകദേശം ഒരു 10-10:45 കൂടിയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുന്നതെങ്കിൽ
വൈകിട്ട് 3:30 ആകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഒരു 3-3.5 മണിക്കൂർ എടുത്ത് സിസ്റ്റത്തിന്റെ എല്ലാ വശങ്ങളും എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. വൈകിട്ട് 7:36 എന്റെ ഫസ്റ്റ് എൻട്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ സമയം നോയമ്പിന്റെ സമയമായിരുന്നു. കാര്യമായ പ്രൊമോഷൻസ് ഒന്നും ഞാൻ ചെയ്തില്ല. മെയ് 7-ാം തീയതിയാണ് എന്റെ പ്രൊമോഷൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ പുറകെയാണുള്ളത്. ഈ മാസം 18-ാം തീയതി, മാർച്ച് 18-ാം തീയതി ആണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസിന്റെ ഫസ്റ്റ് എൻട്രികൾ സ്റ്റാർട്ടായി വരുന്നത്. അന്ന് തന്നെ അതിന്റെ ഭാഗമായിട്ട് മാറി അതിന്റെ ഡിസ്കഷനിൽ വരാൻ പറ്റി. അതൊരു ഭാഗ്യമായി കരുതുന്നു. ഏതായാലും ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ടോക്കൺ പോക്കറ്റിന്റെ വാലറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഡിസ്കവർ മെനു പോയി നമ്മൾ ടെതറോഷ്യൻ എന്ന പ്ലാറ്റ്ഫോം ആ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ടെതറോഷ്യൻ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി നമുക്ക് കാണിച്ചു തരും. ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി വരുന്ന സമയത്ത് ജസ്റ്റ് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ഓപ്ഷൻ ചോദിക്കുമ്പോൾ നമുക്ക് 2 സ്മാർട്ട് കോൺട്രാക്റ്റിന്റെയും ലിങ്കുകൾ അവിടെ കാണാൻ സാധിക്കും. ഒന്ന് ടെതറോഷ്യൻ എന്ന പേരന്റ് മാസ്റ്റർ പ്ലാറ്റ്ഫോം, 2 ടോവ് ആൻഡ് മാർക്കറ്റ് പ്ലേസ്. ഈ 2 പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കയറണമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മളോട് ചോദിക്കും ഏത് വാലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ആ മെനുവിൽ ഞാൻ ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ മെറ്റാമാസ്ക് യൂസ് ചെയ്തവരാണെങ്കിൽ മെറ്റാമാസ്ക് സെലക്ട് ചെയ്യണം. ട്രസ്റ്റ് വാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ട്രസ്റ്റ് വാലറ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ റീസെന്റ് ബൈ പ്രൈസ് അവിടെ കാണാൻ സാധിക്കും 0.254321. സെൽ പ്രൈസ് കാണാൻ പറ്റും 0.25422. ഈ വില വരുന്നതിന്റെ അടിസ്ഥാനം സാധാരണ ബൈ പ്രൈസ് സെൽ പ്രൈസ് ഒക്കെ പല പ്ലാറ്റ്ഫോമിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ വില വിലയും നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ആ വില നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പല പ്ലാറ്റ്ഫോമിലും കാണാൻ സാധിക്കില്ല. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഫൈനൽ ലിക്വിഡിറ്റി 72,051.3766 എന്ന സംഖ്യയെ 2,83,308.41 എന്ന യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ബൈ പ്രൈസ്. അപ്പോ ഈ ലിക്വിഡിറ്റിയിൽ എന്ത് മാറ്റം വന്നാലും ഈ ബൈ പ്രൈസിൽ മാറ്റം വരും. ഈ കോയിന്റെ എണ്ണത്തിൽ എന്ത് മാറ്റം വന്നാലും ബൈ പ്രൈസിൽ മാറ്റം വരും. ബൈ പ്രൈസിൽ എപ്പോൾ മാറ്റം വന്നാലും പഴയ ബൈ പ്രൈസിന് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആവുകയും ചെയ്യും. ഇതാണ് സിസ്റ്റം ചെയ്യുന്ന ബേസ് പ്ലാറ്റ്ഫോമിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. ഇതിന്റെ കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റഡ് മോഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ റിയൽ ടൈം ആണ് എല്ലാ ആക്ടിവിറ്റിയും. അവിടെ ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കില്ല. ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തു. ഞാൻ നേരെ മാർക്കറ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് പ്ലേസിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ ടോവ് ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ നേരെ മാർക്കറ്റ് പ്ലേസിലേക്കാണ് ഞാൻ ലോഗിൻ ചെയ്ത് കയറാൻ പോകുന്നത്. അവിടെ മെനുവിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും അതേ ചോദ്യം ചോദിക്കും, ഏത് വാലറ്റ് ആണ് യൂസ് ചെയ്യണമെന്ന്. ഞാൻ ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ തന്നെ നേരെ സിസ്റ്റം അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കയറി. നോക്കൂ, ഇവിടെ $1 27 സെന്റ് ആണ് ഇപ്പോ വില. $1 20 സെന്റിൽ തുടങ്ങിയതാണ്. ഈ 18-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ഞാൻ നോക്കുമ്പോൾ $1 20 സെന്റാണ് വില. അവിടെ നിന്ന് $1 27 സെന്റിലേക്ക് വില എത്തിക്കഴിഞ്ഞു. ഇന്നലെ നോക്കുമ്പോൾ $1 26 സെന്റ് ഉള്ളൂ. $0.01 ഹൈക്ക് ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ. വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ. വലിയ കമ്മ്യൂണിറ്റി ഒന്നും ആയിട്ടില്ല. ടെതറോഷ്യനുള്ള ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പെർസെന്റേജ് വേണമെങ്കിൽ പറയാം, ഒരു 10% പോലും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും ഗ്രോത്ത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വരുന്ന സാഹചര്യത്തിൽ സിസ്റ്റം വരികയാണ്. ടോട്ടൽ കമ്മ്യൂണിറ്റി, ഇതൊരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇവിടെ കൂടുതൽ ആളുകൾ വരിക എന്നുള്ളതല്ല, വരുന്നവർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണല്ലോ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നത്. ലോകത്ത് എവിടെയും എന്തും നന്നായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി അതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണം. ഒരു സെക്കൻഡ്, ആരോ മൈക്ക് ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. ഒന്ന് ക്ലോസ് ചെയ്തിട്ട്. ഭാരതി, ആരാണ് ഭാരതി? നോക്കട്ടെ, ഒന്ന് ഫെസിലിറ്റി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ പ്രസന്റേഷൻ ഇടയ്ക്ക് വീണ്ടും ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്, വെരി സോറി. സോ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമായ യൂണിറ്റ്സ് വാങ്ങാം. ഇവിടെ നമുക്ക് 2 ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് ടോവ എന്ന ആസ്പെക്ട്സും വേറൊന്ന് മാർക്കറ്റ് പ്ലേസ് എന്ന മെനുവും. ടോവ മെനു ആണ് ഇപ്പോൾ ഡാഷ്ബോർഡിൽ നമ്മൾ കാണുന്നത്. ടോവ മെനുവിൽ നമ്മൾ പോവുകയാണെങ്കിൽ ടെതറോഷ്യൻ വിർച്വൽ അസെറ്റ് എന്നാണ് അതിന്റെ മീനിങ്.
അതിന്റെ ഉപയോഗക്രമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമുക്ക് ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സിസ്റ്റം ചോദിക്കുന്നത് എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങണമെന്നാണ്. മിനിമം 20 USDT കൊണ്ട് വാങ്ങാം, മാക്സിമം 5000 USDT വരെയുള്ള ഏത് എമൗണ്ട് കൊണ്ട് നമുക്ക് വാങ്ങാം. അപ്പൊ നമുക്ക് അതിനുള്ള USDT നമ്മുടെ വാലറ്റ്, ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ, അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് ആണെങ്കിൽ ടോക്കൺ പോക്കറ്റിന് USDT ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. BNB യും സൂക്ഷിച്ചു വെക്കണം. BNB വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം ഒരു 40 സെന്റ് 50 സെന്റോളം അടുത്തുള്ള USDT തുല്യമായിട്ടുള്ള BNB ഗ്യാസ് ഫീക്ക് വേണ്ടി വരും. മാർക്കറ്റ് പ്ലേസിലെയും ടോവയിലെയും ആക്ടിവിറ്റി നടത്തുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത അതാണ്. അപ്പൊ അത് വച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ടെതറോഷൻ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കൈവശം ഒരു $2-3 BNB എപ്പോഴും വാലറ്റിൽ കീപ്പ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഗ്യാസ് ഫീ ഇല്ലാത്തൊരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ട്രാൻസാക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ സിസ്റ്റം സമ്മതിക്കില്ല. ഇത് 100% ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ വാലറ്റിൽ ഒരു $3, $2, $3 BNB എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് 20, 21, 25 അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പൊ 21 എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സിസ്റ്റം പോകും. ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ എസ്റ്റിമേറ്റഡ് കോയിൻ കാണിക്കുന്നത് 16.51 ആണ്. അപ്പൊ 16.51 യൂണിറ്റ് ഇൻറ്റു 1.27 എന്ന് വെച്ചാൽ $21 ഉണ്ടാകും. ഈ ടോവ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, 5% എക്സ്ട്രാ യൂണിറ്റ് കിട്ടും. അപ്പൊ $100 കൊണ്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് $105 യൂണിറ്റ്സ് കിട്ടുമെന്ന് അർത്ഥം. $100 നമ്മൾ വാങ്ങിയാൽ മതി, 105 യൂണിറ്റ്സിനുള്ള യൂണിറ്റ്സ് നമുക്ക് കിട്ടും. 5% എക്സ്ട്രാ ബോണസ്. അപ്പോ 82.57, നോർമലി 78.64 കിട്ടേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ 5% എക്സ്ട്രാ യൂണിറ്റ് ഉൾപ്പെടെ 82.57 യൂണിറ്റ്സ് ആണ് ഈ ഒരു സമയത്ത് $100 വാങ്ങുകയാണെങ്കിൽ കിട്ടുക. ടോവ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വാങ്ങുന്ന ആ $100 യൂണിറ്റ്സ് 20 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് സെല്ലിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സെല്ലിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ടോവ പ്ലാറ്റ്ഫോം എല്ലാം മാർക്കറ്റ് പ്ലേസ് ആണ്. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് സെല്ലിംഗ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. അവൈലബിൾ സെൽ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര കോയിൻ സെല് ചെയ്യാനുണ്ടെന്ന് നോക്കും. അവിടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോവയിൽ വാങ്ങുന്ന യൂണിറ്റ് സെല്ലാകുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം. മാർക്കറ്റ് പ്ലേസിലാണ് നമ്മൾ ബൈ കൊടുക്കുന്നതെങ്കിൽ അവിടെ $100 കൊണ്ട് വാങ്ങുന്ന സമയത്ത് സിസ്റ്റം പറയുന്ന കാര്യമുണ്ട്, 1% സർവീസ് ചാർജ് കൊടുക്കണം. അപ്പൊ $101 നമ്മൾ വാല്യൂഡ് വെക്കണം. നമുക്ക് അപ്പോൾ 78.63 യൂണിറ്റ്സ് കിട്ടും. നോക്കൂ, ടോവയിൽ വാങ്ങുമ്പോൾ 82 യൂണിറ്റ്സ് കിട്ടിയത്, അത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങുമ്പോൾ 78 യൂണിറ്റ്സ് കിട്ടുന്നുള്ളൂ. അപ്പൊ 5% എക്സ്ട്രാ ഇല്ല, പ്ലസ് 1% ഫണ്ട് നമ്മൾ സർവീസ് ചാർജ് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എനി ടൈം സെല് ചെയ്യാം. അവിടെ ലോക്കിംഗ് പീരീഡ് ഇല്ല. 20 ദിവസം ഒന്നും കാത്തിരിപ്പൊന്നും വേണ്ട. നമുക്ക് ലാഭം കിട്ടിയാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ സെല് ചെയ്യാം. സോ ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ടെക്നിക്കൽ മേഖലയിൽ, ടെക്നോളജി മേഖലയിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അവർ അപ്രോച്ച് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ ആയിരിക്കാം. ഏത് മാർക്കറ്റിലാണ് പോകുന്നതെങ്കിലും അവർക്ക് ഇതുപോലെ ഒരു ബൈ പ്ലാറ്റ്ഫോം ആയിരിക്കും നമുക്ക് കാണുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ബിനാൻസിന്റെ ഒരു വാലറ്റ് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ബിനാൻസിന്റെ വാലറ്റ്, ബിനാൻസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. ആ എക്സ്ചേഞ്ചിൽ നമ്മൾ ഒരു ട്രേഡ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്നതും ഇതേപോലെ തന്നെ ഒരു ബൈ പ്രോസസ് ആണ്. പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുന്നു. ട്രേഡ് പ്ലാറ്റ്ഫോം പോകുമ്പോൾ HBAR/USDT പെയറിംഗ്. അപ്പോൾ HBAR/USDT പെയറിംഗ് ആണ്. നമ്മൾ ടോവ USDT പെയറിംഗ് ആണെന്ന് മാത്രം. ഇവിടെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു ബൈ ലിമിറ്റ് ഉണ്ടാകും. അവിടെ ഒരുപാട് കണ്ടീഷൻസ് എനിക്ക് നോക്കേണ്ടി വരും. കാരണം ഞാൻ അതിന്റെ ചാർട്ട് നോക്കി, അതിന്റെ മൂവ്മെന്റ് നോക്കി, 1 മണിക്കൂറും 1 മിനിറ്റും 1 സെക്കൻഡിന്റെ ഒക്കെ മൂവ്മെന്റ് നോക്കി, അതിന്റെ ട്രെൻഡുകൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസിലൂടെയാണ് സാധാരണ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നോക്കി പെർഫെക്റ്റ് മാർക്കറ്റാണെന്ന് തോന്നി ഞാൻ ട്രേഡ് എടുത്താലും എനിക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് പോകുന്ന ഒരു സ്വഭാവം സാധാരണ മാർക്കറ്റിലെല്ലാം വരുന്നുണ്ട്. ഇപ്പോ 5 മിനിറ്റ് മുമ്പ് നോക്കുന്ന സമയത്ത് അവിടെ പ്രൈസ് അപ്പായിരുന്നു, പക്ഷെ ലാസ്റ്റ് 5 മിനിറ്റ്, ഈ 5 മിനിറ്റിൽ എന്താണ്, പ്രൈസ് ഡൗൺ ആണ്. നോക്കൂ, ആ ക്യാൻഡിൽ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. ഏറ്റവും അവസാനത്തെ 2 ക്യാൻഡിൽ നോക്കൂ, ഒരെണ്ണം അപ്പാണെങ്കിൽ ഒരെണ്ണം ഡൗൺ ആണ്.
അപ്പൊ മാർക്കറ്റ് ഓരോ സെക്കൻഡിലും വേരി ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോ ട്രേഡിംഗ് മേഖലയിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഉള്ളത്. അവിടെ നിന്ന് ഒരു ടെൻഷനും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് വാങ്ങിയിടാം. വാങ്ങിയ വില പിന്നെ കുറയുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. വാങ്ങിയ വില ഇനി കുറയുന്നില്ല എന്നുള്ളത് ലോകത്ത് ഇതുവരെയും ഒരു മേഖലയിലും നമ്മൾ കാണാത്തൊരു കാര്യമാണ്. വാങ്ങിയ വില കുറയുന്ന സാഹചര്യമാണ് നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. ശരി, അതല്ലേ അതിന്റെ ശരി എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യം. പക്ഷെ ലോജിക്കലി വ്യത്യസ്തമായ ഒരു കാൽക്കുലേഷനിലൂടെ വുഡ ടെക്നോളജി എന്ന ആ ഒരു സാഹചര്യം നമുക്ക് വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം ഇനി ഉപയോഗിച്ച് പോകുമ്പോൾ ഇപ്പൊ കേവലം നിസ്സാരം ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ ഒരു 100-ൽ താഴെ ആൾക്കാരാണ് ട്രേഡിങ്ങിലേക്ക് കടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 1000 ആൾക്കാരാകുകയും 10,000 ആൾക്കാരാകുകയും 1,00,000 ആൾക്കാരാകുകയും ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വില കൂടുന്ന സാഹചര്യമായിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും ഇപ്പൊ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് 78.63 എന്നുള്ളത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് വേറെ വിലയായിരിക്കും. കാരണം എന്താ, അതിനിടയ്ക്ക് ആരെങ്കിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വില മാറിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് വില മാറുന്നത്? ഞാൻ നേരത്തെ കാണിച്ച പ്ലാറ്റ്ഫോമിലെ ലിക്വിഡിറ്റി, ആ ലിക്വിഡിറ്റിയിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ടോവ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ ടോവ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വാങ്ങുകയാണ്, എനിക്ക് 5% എക്സ്ട്രാ കോയിൻ തരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു $100 ഞാൻ വാങ്ങുന്ന സമയത്ത് സിസ്റ്റം അതിന്റെ 20% എന്ന് പറയുമ്പോൾ $20 ഉണ്ട്. ആ $20 ആ ലിക്വിഡിറ്റിയിലേക്ക് കയറ്റുകയാണ്. ആ ലിക്വിഡിറ്റിയിലേക്ക് കയറുന്ന സമയത്ത് കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് അവിടെ പ്രൈസ് കൂടി. എവിടെ? ചെതറോഷിന്റെ പ്രൈസ് കൂടി. ചെതറോഷിന്റെ പ്രൈസിന്റെ 5 മടങ്ങായിട്ടാണ് ഈ ടോവ പ്ലാറ്റ്ഫോമിന്റെ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. $1 27 വരാൻ കാരണം ചെതറോഷൻ പ്രൈസിന്റെ 5 മടങ്ങായി വന്നതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഞാൻ വാങ്ങുന്ന ഈ വാങ്ങൽ പ്രക്രിയ ചെതറോഷിന്റെ പ്രൈസ് കൂട്ടും, സെയിം ടൈം ടോവയിലെ പ്രൈസ് കൂട്ടും. അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കും? ടോവയിൽ വില കൂടി കിട്ടി. ഇപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് $75 കൊണ്ട് ബൈ ചെയ്യിപ്പിച്ചു. അപ്പൊ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയ സമയം മുതൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ സമയം വൈകിപ്പോയി. പക്ഷെ ഇന്നലെ ഓൺലൈനിൽ ഇരുന്ന് ഞങ്ങൾ വീഡിയോ കോളിൽ ഇരുന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണി സമയത്ത് ഞങ്ങളത് ചെയ്തു കഴിഞ്ഞപ്പോൾ വാങ്ങിയത് $75, പക്ഷെ അദ്ദേഹത്തിന് നെറ്റ് എഫക്റ്റ് കിട്ടിയത് 77.26 യൂണിറ്റ്സ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അത് കിട്ടാൻ കാരണം? വേറെ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വില കൊടുത്ത് വാങ്ങിയ സെക്കൻഡിൽ തന്നെ വില കൂടുന്ന പ്രോസസ് വളരെ അപൂർവമായിട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ അതുപോലെ തന്നെ വില ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. പക്ഷെ ഇവിടെ വില ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഇല്ല. ഇന്നലെ 77.26 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നോക്കിയാൽ ആ 77.26 എന്നുള്ളത് കൂടി ഒരുപക്ഷെ 78 79 എത്തിയിട്ടുണ്ടാകാം. അല്ല, 77.58 അല്ലെങ്കിൽ 77.96 എന്ന റേഞ്ചിലെങ്കിലും എത്തിയിട്ടുണ്ടാകാം. വില കൂടുകയല്ലാതെ ഇവിടെ കുറയുന്നില്ല. ഇവിടെ ഒരു ട്രേഡർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഒരേ ഒരു അഡ്വാൻറ്റേജ് ആണ്. ടെൻഷൻ വേണ്ട, ക്യാൻഡിൽ നോക്കണ്ട, ന്യൂസുകൾ നോക്കണ്ട, ട്രെൻഡുകൾ നോക്കണ്ട, പൊളിറ്റിക്സ് അഫക്റ്റ് ചെയ്യുന്ന ഭയം വേണ്ട. പൊളിറ്റിക്സ് ആണ്, ട്രേഡിംഗ് പൊളിറ്റിക്സ് ആണ് എപ്പോഴും ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ ഉണ്ടാക്കി തരുന്നത്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയ ട്രേഡർ ആണെങ്കിലും ഒരു ട്രേഡിംഗ് പൊളിറ്റിക്സിന്റെ ഒരു ഇവന്റ് വന്നാൽ ഉറപ്പായിട്ടും ഒരുപക്ഷെ നമുക്ക് പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നേക്കാം. എത്ര എക്സ്പെർട്ട് ആണെങ്കിൽ പോലും. അതുകൊണ്ടാണ് റോബോട്ടിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോലും നഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം വരുന്നത്. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്നതിന്റെ കാരണം ബൾക്ക് ബയേഴ്സും ബൾക്ക് സെല്ലേഴ്സും ആണ്. ടോവ പ്ലാറ്റ്ഫോമിൽ അത്തരത്തിൽ ബൾക്ക് ബയർ വന്നാലും ബൾക്ക് സെല്ലർ വന്നാലും വില കൂടുതലാണ്ട് കുറയില്ല. അപ്പോ ബൾക്കായിട്ട് എമൗണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് ബൾക്കായിട്ട് കോയിൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് മാർക്കറ്റിനെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, യൂസ് ചെയ്തേക്കാം എന്ന് കരുതിയാൽ വൻ നഷ്ടമാണ് സംഭവിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു ബിനാൻസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ 0.19469 എന്ന പ്രൈസ് ആണ് ഇവിടെ കാണുന്നത്. എത്ര USDT കൊണ്ട് എനിക്ക് വാങ്ങണം എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ 1000 USDT എനിക്ക് വാങ്ങണം എങ്കിൽ 5135 എച്ച് ബാർ എനിക്ക് കിട്ടും. 1000 USDT ഇപ്പൊ വാങ്ങിയാൽ എനിക്ക് 5135 എച്ച് ബാർ കിട്ടും. ഞാൻ ഈ 1000 USDT വാങ്ങി അതിന് സാധ്യത 10,000 ആക്കി. അപ്പൊ 51,358 USDT ആയി. ഞാൻ 1,00,000 ആക്കി, അത് 5,13,584 എച്ച് ബാർ കിട്ടുന്ന അവസ്ഥയെത്തി. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിലാണ്. ഈ വാങ്ങിയിരിക്കുന്ന ഈ $1,00,000 USDTക്ക് വാങ്ങിയിരിക്കുന്ന എച്ച് ബാർ എനിക്ക് സെല് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ വാങ്ങി വെച്ചാൽ ഒരു ബൾക്ക് ബൈങ് വരുന്ന സമയത്ത് ഇവിടെ ഓർഡർ നോക്കി
4.2.03, 16.31, 10.93, 6.3 അങ്ങനെ ചെറിയ 6,000, 9,000, 15,000 ഒക്കെ പർച്ചേസിന്റെ ഓർഡറേ ഉള്ളൂ. ഇപ്പൊ 1 ലക്ഷം രൂപ ബൈ ചെയ്താൽ ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ജമ്പ് ആവുകയും ഈ നിൽക്കുന്ന പ്രൈസ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുകയും ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ആവുന്ന സമയത്ത് ടോട്ടൽ മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ എച്ച് ബാർ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ഭയങ്കരമായിട്ട് വില കൂടിയിരിക്കുന്നു. അപ്പൊ ഇതെന്തോ ട്രെൻഡാണ്. അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ടോട്ടൽ മറ്റുള്ള കറൻസിയൊക്കെ ഫോക്കസ് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ഈ ഫോക്കസ് എച്ച് ബാറിലേക്ക് കൊണ്ടുവന്ന് ആ എച്ച് ബാറിന് പുറകെ വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും എന്ത് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വില കൂടി ഒരു പീക്കിലെത്തി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് സെല്ല് ചെയ്തു. സെല്ല് ചെയ്തപ്പോ എനിക്ക് 1,10,000 USDT കിട്ടി. സെല്ല് ചെയ്തപ്പോ എന്റെ ബൾക്ക് സെല്ലിംഗ് എന്ന് പറയുന്നത് വില കുറയ്ക്കും. വില കുറയ്ക്കുമ്പോൾ പാനിക്കായി നിൽക്കുന്ന ആൾക്കാർ, ഈ ഇടയ്ക്കൊക്കെ വാങ്ങി വെച്ച ആൾക്കാരുണ്ട്, ലാഭം പ്രതീക്ഷിച്ച് വാങ്ങി വെച്ച ആൾക്കാരുണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യും, വിൽക്കാൻ തുടങ്ങും. അങ്ങനെ വിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് വില ഇങ്ങനെ ഇറങ്ങി പോകും. സെയിം ഈ വിലയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ 19.1 എന്ന വിലയിലേക്ക് എത്തിക്കഴിയുമ്പോ ഞാൻ അവിടെ വീണ്ടും വാങ്ങും. അപ്പൊ എനിക്കുള്ള ഗുണം എന്താ, ഞാൻ $1 ലക്ഷം വാങ്ങി, $1,10,000 വിറ്റു, വീണ്ടും $1 ലക്ഷം വാങ്ങി. എനിക്ക് കിട്ടിയ ആ യൂണിറ്റ് അപ്പോഴും സെയിം തന്നെയാ. 5,13,554 യൂണിറ്റ്സ് എന്റെ കയ്യിൽ അപ്പോഴും ഉണ്ട്. $10,000 എനിക്ക് ആ കച്ചവടത്തിൽ ലാഭമുണ്ട്. ഇതുപോലെയുള്ള ട്രേഡിംഗ് പൊളിറ്റിക്സുകൾ പ്ലേ ചെയ്യുന്ന ഗെയിമേഴ്സ്, അവരാണ് നിലവിലുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആളുകൾക്ക് വൻ നഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ ടോവ പ്ലാറ്റ്ഫോമിൽ ഇത്തരം ഗെയിമേഴ്സിന് യാതൊരു സ്കോപ്പുമില്ല. കാരണം ഇപ്പോൾ $1 ലക്ഷം കൊണ്ട് ഒരാൾ വാങ്ങാൻ തീരുമാനിച്ചു, 5,000 USDT മാത്രമേ മാക്സിമം ബൈ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുള്ളൂ. നോക്കൂ, ബൈ നോക്കി 20 മുതൽ 5,000 വരെ. അപ്പൊ 1 ലക്ഷം USDT കൊണ്ട് എനിക്ക് വാങ്ങണമെങ്കിൽ ഞാൻ എത്ര ട്രാൻസാക്ഷൻ ചെയ്യണം? അത്രയും പ്രാവശ്യമായിട്ട് ഞാൻ യൂണിറ്റ്സ് വാങ്ങി. അപ്പോഴെല്ലാം വില കൂടിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ കൊടുക്കുന്ന ഓരോ എമൗണ്ടിന്റെ 20% ടെതറോഷൻ ലിക്വിഡിറ്റി കയറിക്കൊണ്ടിരിക്കും, ടെതറോഷന്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കും, അതിന് 5 ഇരട്ടിയായിട്ട് വില മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എത്ര പ്രാവശ്യം ബൈ ചെയ്യുന്നുണ്ടോ അത്രയും പ്രാവശ്യം വില കൂടുകയുള്ളൂ. ഇനി എല്ലാം ഞാൻ ടോവയിൽ തന്നെയാണ് വാങ്ങിയത്. അതിനുശേഷം ഞാൻ 20 ദിവസം കഴിഞ്ഞപ്പോൾ അത് സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. സോ എനിക്ക് കിട്ടിയ അത്രയും യൂണിറ്റ് ഒരുമിച്ച് എനിക്ക് സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരാലോ. സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ സിസ്റ്റം വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് പ്ലേസിലേക്ക് നമ്മൾ പോകുന്നു. മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ പോയിട്ട് സെല്ലിംഗ് പോയിന്റിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും യൂണിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെല്ലിംഗ് കാണിക്കാൻ പറ്റില്ല. സെല്ലിംഗ് പോയിന്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 100 USDT കൊണ്ടാണ് മിനിമം നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. തുടക്കമായതുകൊണ്ടാണ്. അത് കണ്ടീഷൻസ് ഒക്കെ പിന്നീട് കളയും. കാരണം കൂടുതൽ ട്രേഡേഴ്സ് വരുന്ന സമയത്ത് കണ്ടീഷൻസ് ഒരിക്കലും സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകില്ല. തുടക്കത്തില് ബൾക്ക് സെല്ലിങ്ങും ബൾക്ക് ബൈങ്ങും വരണ്ട, ചെറിയ എമൗണ്ടിന്റെ ബൈങ്ങും സെല്ലിങ്ങും വന്നാൽ മതി. ഇനി ഒരു ബൾക്ക് സെല്ലിങ്ങിലേക്ക് വന്നു, അപ്പോഴും സെല്ല് ചെയ്യുന്ന എമൗണ്ടിന്റെ 4%, 3% സിസ്റ്റം സർവീസ് ചാർജ് ആയിട്ട് എടുക്കുന്നുണ്ട്. വാങ്ങുമ്പോൾ 1% സർവീസ് ചാർജ്, വിൽക്കുമ്പോൾ 3% സർവീസ് ചാർജ്. ഈ സർവീസ് ചാർജിന്റെ 20% ലിക്വിഡിറ്റിയിലേക്കാണ് വീണ്ടും കയറുന്നത്. സ്വാഭാവികമായിട്ടും ഞാനൊരു സെല്ലിംഗ് നടത്തിയാൽ അപ്പൊ തന്നെ ലിക്വിഡിറ്റി മാറ്റം വരും. ലിക്വിഡിറ്റി മാറ്റം വരുമ്പോൾ ടെതറോഷൻ പ്രൈസ് മാറും. ടെതറോഷൻ പ്രൈസ് മാറുമ്പോൾ അതിന് 5 ഇരട്ടിയായിട്ട് ഇവിടെയും വില മാറും. സോ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ആശയം. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്താൽ, ഒരു റെഫറൻസ് പോലും ചെയ്യാത്ത ഒരാൾ, ഇപ്പൊ ഈ ഐ ഡി നോക്കിക്കഴിഞ്ഞാൽ ഈ ഐഡിയിൽ പ്രത്യേകിച്ച് റെഫറൻസും ചെയ്തിട്ടില്ല. ഒരു റെഫറൻസും ചെയ്യാത്തൊരു ഐഡിയ ആണിത്. നോക്കൂ, ഒരു റെഫറൻസും ചെയ്യാത്തത്, 0 മെമ്പേഴ്സ്, 0 USDT ഒന്നുമില്ലാത്തൊരു ഐഡിയ ആണിത്. ഈ ഐഡിയൽ ട്രേഡ് ചെയ്യുക എന്ന പ്രോസസ്സിലൂടെ മാത്രം ഒരാൾക്ക് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കാം. അയാൾ എത്ര രൂപ വെച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. ഇപ്പോ നമുക്ക് ഇന്നത്തെ പ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. $1 27 ആണ്. 1, 27, 16, 25 അതാണ് ഇപ്പോഴത്തെ പ്രൈസ്. നമുക്കൊരു കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. $1,000 ബൈ ചെയ്ത ഒരാൾ, $1,000 കൊണ്ട് ആൾ ബൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 1.2, $1 20 സെന്റ് ഉള്ള സമയത്ത് ബൈ ചെയ്യുന്നു എങ്കിൽ 833 യൂണിറ്റ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകും. ഈ 833 യൂണിറ്റ്സ് അദ്ദേഹം $1 27 ആയപ്പോൾ വിറ്റിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് $1,058 ആണ്. നോക്കൂ, $1,058 അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു. ഇവിടെ എത്ര ദിവസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് 25-ാം തീയതി ആയിട്ടുള്ളൂ. 18-ാം തീയതി മുതൽ 7 ദിവസം കൊണ്ട് $58 പ്രോഫിറ്റ്. ഞാൻ ഇതിന്റെ ഈ പ്രോഗ്രാമിൽ എന്റെ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ഇതിന്റെ പ്രസന്റേഷൻസ്, ഇത് ഈ ടോവാൻ മാർക്കറ്റ് പ്ലേസ് വരാൻ പോകുന്നു എന്ന സമയത്ത് ഞാൻ ചെയ്ത പ്രസന്റേഷനിലെല്ലാം ഞാൻ പറയുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു.
ഒരു 10 ദിവസത്തിൽ $100 കിട്ടുന്ന പ്രോസസ്. $1000 വാങ്ങുന്നു, $1100 വിൽക്കുന്നു. അപ്പൊ $100 പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ $100 പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ $1000 വാങ്ങുന്ന സമയത്ത് $10, 1% $10 സർവീസ് ചാർജ് കൊടുക്കും. $1100 വിൽക്കുമ്പോൾ 3%, $33 സർവീസ് ചാർജ് കൊടുക്കും. $43 സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ടാകും. ഈ $43 സർവീസ് ചാർജ് ഇപ്പൊ സിസ്റ്റത്തിലുള്ള 1869 ആൾക്കാരാണ് സിസ്റ്റത്തിലുള്ളത്. അവർ സെയിം പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ $80,367 ആണ് സിസ്റ്റത്തിലേക്ക് കിട്ടുന്ന സർവീസ് ചാർജ് ഇനത്തിൽ കിട്ടുന്ന റവന്യൂ. സർവീസ് ചാർജ് ഇനത്തിൽ മാത്രം കിട്ടുന്ന റവന്യൂ. ഇതിന്റെ 20% $16,073 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോ എല്ലാവരും ഒരു പ്രോഫിറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിൽ ട്രേഡ് തുടങ്ങിയാൽ വളരെ ചെറിയൊരു കാൽക്കുലേഷൻ, ഒരു 10 ദിവസത്തിൽ ഒരു $100 പ്രോഫിറ്റ് എടുക്കുന്ന രൂപത്തിലേക്ക് $1000 ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു 1800 പേരെ എക്സാമ്പിൾ എടുത്താൽ $43 വെച്ചിട്ട് അവർ സർവീസ് ചാർജ് കൊടുക്കും എങ്കിൽ $80,367 സിസ്റ്റത്തിന് സർവീസ് ചാർജായി ലഭിക്കും. അതിന്റെ 20% $16,073 ലിക്വിഡിറ്റിയിൽ കയറും. അതിന് പകരം യൂണിറ്റ്സ് ക്രിയേറ്റ് ആകാത്തത് കൊണ്ടും യൂണിറ്റ് എണ്ണത്തിൽ മാറ്റം വരുത്താത്തത് കൊണ്ടും പ്രൈസ് ജമ്പ് ആവാൻ തുടങ്ങും. ആ ജമ്പിങ് പ്രോസസ്സിന്റെ സ്പീഡ് 1800 പേരുടെ സ്ഥാനത്ത് 18,000 ആൾക്കാരാവുന്ന സമയത്താണെങ്കിലോ 18,000 ആൾക്കാർ എത്ര ട്രേഡ് ചെയ്യാനുണ്ട് എങ്കിൽ $7,74,000 ആണ് സിസ്റ്റത്തിന് കിട്ടുന്ന റവന്യൂ. ഇതിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് കയറാൻ പോകുന്നത്. $1,54,800 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ ഈ സിസ്റ്റം, അതിന്റെ കാൽക്കുലേഷൻ, അതിന്റെ ലോജിക് അത് പെർഫെക്റ്റ് ആണ്. ഇത് സമൂഹം ഏറ്റെടുക്കേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. സമൂഹം ഏറ്റെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രചരണം ശക്തമാക്കണം. നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. വളരെ വേഗത്തിൽ ഈ ആശയത്തിന്റെ റിയാലിറ്റിയിലേക്ക് നമ്മളൊന്ന് കടന്നു വരാൻ പറ്റണം. തീർച്ചയായും ഫ്രണ്ട്സ്, ഈ ആശയം വളരെ പ്രത്യേകതയുള്ള ആശയമാണ്, പവർഫുൾ ആയ ആശയമാണ്, ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണ്, വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആശയമാണ്. സെയിം ടൈം ഇവിടെ നമുക്കൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, ആ ടീം വർക്കിന്റെ പവർ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു തരാം. ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കൈ നിറയെ പണം സമ്പാദിക്കാം. ടോവ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വാങ്ങുമ്പോൾ, ടോവ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ടീം മെമ്പേഴ്സ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ലെവൽ കമ്മീഷൻസ് ഉണ്ട്. ലെവൽ 1 മുതൽ ഇങ്ങനെ ഓരോ ലെവലിലും കമ്മീഷൻ ഉണ്ട്. ലെവൽ 1ൽ നമുക്ക് കിട്ടുന്നത് 15%. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു $100, $20 കൊണ്ട് ടെതറോഷിൽ രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് ഒരു $1000 ഉപയോഗിച്ച് വാങ്ങി, നിങ്ങൾക്ക് യൂണിറ്റ്സ് കിട്ടി, നിങ്ങളുടെ സ്പോൺസർക്ക് കമ്മീഷൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് 3x ലിമിറ്റ് ഉണ്ട് ഇൻകത്തിന്റെ. $3000 വരെ ഇൻകം വിഡ്രോ ചെയ്യാം. നിങ്ങൾ $1000 വാങ്ങിയ കോയിൻസ് $1050 യൂണിറ്റ്സ് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് 20 ദിവസം കഴിയുമ്പോൾ സെല്ല് ചെയ്ത് നിങ്ങൾക്ക് ലാഭം എടുക്കാവുന്നതുമാണ്. വെറും $1020 നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. $20 രജിസ്ട്രേഷനും $1000 ബൈ ചെയ്യാനും. ഈ സമയത്ത് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ $1000 കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ റെഫറൻസ് ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം 15%, $150 ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻകം ആയി കിട്ടും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അടുത്ത സുഹൃത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും $150 കിട്ടും. അടുത്ത സുഹൃത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും $150 കിട്ടും. കാരണം ഫസ്റ്റ് ലെവൽ 15%. അൺലിമിറ്റഡ് ആയിട്ട് എത്ര പേരെ വേണം നമുക്ക് സ്പോൺസർ ചെയ്യാം. ഇങ്ങനെ $1000 5 പേരെ നിങ്ങൾ റെഫർ ചെയ്തു എന്ന് വിചാരിക്കാം. എങ്കിൽ 150 ഗുണം 5, $750 നിങ്ങൾക്ക് ഇൻകം ആയി കിട്ടിക്കഴിഞ്ഞു. ഈ 1000 ആൾക്കാർക്കും $1020 മുതൽ മുടക്കേണ്ട ആവശ്യമുള്ളൂ. $1050 യൂണിറ്റ്സ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓരോ ആളുകൾ വരുമ്പോഴും ബൈ നടക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമായി വില കൂടുകയാണ്. 1050 എന്നുള്ളത് 1060 ആയിട്ടും 1070 ആയിട്ടും 1800 ആയിട്ടൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. 20 ദിവസം കഴിയുമ്പോൾ അവർക്ക് സെല് ചെയ്ത പ്രോഫിറ്റ് ഉൾപ്പെടെ അവർ എടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി $750 കിട്ടിക്കഴിഞ്ഞു. സിസ്റ്റത്തിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് ഒരാൾ കടന്നു വന്നു, മിനിമം $100 അദ്ദേഹത്തിന് പേഴ്സണൽ ഐ ഡി ഉണ്ട്, 5 ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്, $500 ബിസിനസ് ഡയറക്റ്റ് റെഫറിലൂടെ നടന്നിട്ടുണ്ട്,
ടോട്ടൽ ടീം വോളിയം 5000 USDT എത്തിയാൽ നിങ്ങൾ സിൽവർ റാങ്കിൽ എത്തി എന്നാണ് സിസ്റ്റം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കടന്നു വന്നു, $1000 5 പേരെ റെഫർ ചെയ്തപ്പോൾ നമ്മൾ സിൽവർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം എന്താ, $5000 ടേൺ ഓവർ ആയി. അപ്പോൾ ആറാമതൊരാൾ നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 15% കൂടെ ഒരു 4% കൂടെ എക്സ്ട്രാ കിട്ടും, റാങ്ക് ബോണസ്. നോക്കൂ, അപ്പോ ഈ 5 പേരും ഈ 6 പേരും ഇതൊക്കെ സെയിം സിസ്റ്റം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ കിട്ടാവുന്ന ഇൻകം സോഴ്സ് എത്രയാ? അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നും നഷ്ടപ്പെടാനില്ല. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നഷ്ടത്തിന് സാധ്യതയില്ല. കാരണം ഇതിന്റെ ലോജിക്കൽ തിങ്കിങ്, ആ കാൽക്കുലേഷൻ അത് വ്യത്യസ്തമാണ്. മൈ ഫ്രണ്ട്സ്, അൺലിമിറ്റഡ് ലെവലിലേക്കാണ് ഇൻകം വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെവലിൽ 15% ആണെങ്കിൽ സെക്കൻഡ് ലെവലിൽ നമുക്ക് തരുന്നത് 4.5%. തേർഡ് ലെവലിൽ നമുക്ക് കിട്ടുന്നത് 3%. ഫോർത്ത് ലെവലിൽ 3%. ഫിഫ്ത്ത് ലെവലിൽ 3%. സിക്സ്ത് ലെവലിൽ നമുക്ക് കിട്ടുന്നത് 1.5%. സെവൻത്ത് ലെവലിൽ 1.5%. എട്ടാമത്തെ ലെവലിൽ 1.5%. 9, 10 ലെവലിൽ നമുക്ക് കിട്ടുന്നത് 0.75% ആണ്. ഇതെല്ലാം റാങ്ക് നേടിയാൽ അതിന്റെ കൂടെ റാങ്ക് ബോണസ് കൂടെ അഡീഷണൽ കിട്ടും. അതായത് 10ാമത്തെ ലെവലിൽ 0.75 എന്നുള്ളത് 4.75% കിട്ടുമെന്ന് അർത്ഥം. അത്രയും ലെവലിലേക്കൊക്കെ ബിസിനസ് വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാട്ടോ, എത്ര വലിയ കമ്മ്യൂണിറ്റി ആയിരിക്കും. സോ ടോ ആൻഡ് മാർക്കറ്റ് പ്ലേസിലേക്ക് ജസ്റ്റ് ഒരു പ്രൊമോഷൻ നിങ്ങളൊന്ന് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ കിട്ടാൻ പോകുന്ന പണം ചിന്തിക്കുന്നതിനപ്പുറമാണ്. അത് USDT ആണ്, വിഡ്രോ ചെയ്യാവുന്നതാണ്. ടോ ആൻഡ് മാർക്കറ്റ് പ്ലേസിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന PDF ഫയൽ അവൈലബിൾ ആണ്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് ലിങ്ക് അയച്ച ആൾക്കാരെ വിളിക്കുക. അതിൽ ടോട്ടൽ മാർക്കറ്റിംഗ് പ്ലാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കാലഘട്ടം അനുഭവിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ ചതുരോഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നിലവിലുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ എല്ലാ പോരായ്മകൾക്കും ഒരു പരിഹാരം ചതുരോഷനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. പണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നും പണം നേടുന്ന സാഹചര്യത്തിലേക്ക് ടോട്ടൽ കമ്മ്യൂണിറ്റിയെ എത്തിക്കാൻ ചതുരോഷത്തിന്റെ ഈ പ്ലാന്റെ മാർക്കറ്റിംഗിലൂടെ നമുക്ക് സാധിക്കും. സോ സുഹൃത്തുക്കളെ, ഏറ്റെടുക്കാൻ, അത് മനോഹരമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് തരികയാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കാരണം സിസ്റ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ, അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്യാം, സംസാരിക്കാം. ഹലോ, യെസ് ജനാർദ്ദൻ സാർ. അതെ അതെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സാറേ, ഞാൻ നവംബറിലാണ് ചതുരോഷനകത്ത് $100 USDT ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. എനിക്കന്ന് 158 യൂണിറ്റ്സ് കിട്ടി. അതിന്റെ വാല്യൂ 39.64 USDT ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. എനിക്ക് ഈ ടോക്കൺസ് സെല് ചെയ്യാൻ പറ്റുമോ? സെല് ചെയ്യുന്നത് എവിടെയാണ്? ജസ്റ്റ് നമ്മൾ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ സാർ ഇപ്പോൾ സ്ക്രീൻ ഷെയർ വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ലൈവ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. അല്ല സാർ, പറഞ്ഞാൽ മതിയാവും. ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ബൈ ബട്ടൺ, സെൽ ബട്ടൺ ഇല്ലേ? ബൈ പ്രൈസ്, സെൽ പ്രൈസ് കാണിക്കുന്ന ഭാഗം. അതെ, ആ സെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കുന്നത് എത്ര യൂണിറ്റ് സെല് ചെയ്യണം എന്നാ. അത് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ സെല്ലിന് കൊടുക്കുന്നു, സിസ്റ്റം കൺഫർമേഷൻ വരും, കൺഫർമേഷൻ കൊടുക്കുന്നു, സാറിന്റെ വാലറ്റിന്റെ പാസ്വേഡ് കൊടുക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് സാറിന്റെ USDT സാറിന്റെ വാലറ്റിൽ വന്നു കഴിഞ്ഞു. ഓക്കെ. അതായത് യൂണിറ്റ്സിന്റെ എണ്ണമാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. യെസ്. ഓക്കെ. പിന്നെ ബൈ ചെയ്യുന്നത് USDT ഉപയോഗിച്ചും സെല് ചെയ്യുന്നത് യൂണിറ്റ്സുമാണ്. ഓക്കെ. രണ്ടാമത്, പിന്നെ ഫെബ്രുവരിയിൽ ഞാനൊരു 1000 USDT പ്രീസെയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. യെസ്. അപ്പൊ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴേക്ക് ഇന്ന് ചൊവ്വാഴ്ച ദിവസം അത് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പൊ അത് കുറെ പേർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, പലർക്കും ഡിസ്പ്ലേ തുടങ്ങിയിട്ടുണ്ട്.
അതപ്പോ നമ്മൾ എവിടെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? ടോവയില് സാറിന് ടോവയില് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. ഇത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കാണും. കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റും. ഞാനത് നോക്കിയില്ലെന്ന്. ഓക്കെ സാർ, ഈവനിങ് നോക്കിയാൽ മതി. അടുത്ത ഈ ദിവസങ്ങളിലെല്ലാം അത് ഇന്നലെ മുതൽ ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് അത് 2 months ലോക്കിംഗ് പീരീഡ് ഉണ്ട് അല്ലേ? 2 months ലോക്കിംഗ് പീരീഡ്. അത് പ്രീ സെയിൽസിൽ മാത്രം കിട്ടിയൊരു അഡ്വാൻറ്റേജ് ആണ്. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമാണ് അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപക്ഷെ മീറ്റ് കൊണ്ടിരിക്കുന്ന ആൾക്കാർ പലരും ചോദിക്കും, അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഉണ്ടായേക്കാം. പക്ഷെ അത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് അത് മനസ്സിലായി, ചിലർക്ക് അത് മനസ്സിലായില്ല. മനസ്സിലായവർക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത താമസം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റ് ആയിട്ട് വന്ന സാറിന് അത് യൂസ് ചെയ്യാൻ പറ്റി. അതിന് കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് $1 സാറിന് യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ടാകും. 1500 യൂണിറ്റ്സ് സാറിന് ടോട്ടൽ കിട്ടും. അത് 2x ലിമിറ്റിൽ സാറിന് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ ശരി. ആ 2x ലിമിറ്റ് $1000 2x ആണ്, $2000. ഓക്കെ. ബാലൻസ് ഉള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അത് റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി സാറിന് വീണ്ടും സെല് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് 1.3x തന്നെയായിരിക്കും. നമ്മൾ റീബൈ ചെയ്യുന്നത് ടെതർ ഓപ്ഷനിലാണോ ചെയ്യേണ്ടത്, അതോ മാർക്കറ്റ് പ്ലേസ് തന്നെ ബൈ ചെയ്യണം? മാർക്കറ്റ് പ്ലേസിൽ തന്നെ ചെയ്യണം. കാരണം സാറ് പ്രീസെയിൽ വന്നിരിക്കുന്നത് മാർക്കറ്റ് പ്ലേസിലേക്കല്ലേ? അതെ. അപ്പൊ മാർക്കറ്റ് പ്ലേസിൽ തന്നെയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്ലേസിലും ടോവയിലുമായിട്ട് ചെയ്യണം. ശരി. ഓക്കെ, താങ്ക് യു. ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? മജീദ് സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കാരണം പുതിയ ഒരു സിസ്റ്റം വളരെ നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സാറ് പ്രസന്റ് ചെയ്തു. അതില് ഡാഷ്ബോർഡ് കാര്യങ്ങൾ പരിചയമില്ലാത്ത വ്യക്തികൾക്ക് ഡാഷ്ബോർഡ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വീഡിയോയും ഇതിലുണ്ടായിരുന്നത് വളരെ നന്നായി. കാരണം വെച്ചാല് ഈ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് ഇതിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഡാഷ്ബോർഡ് കാണണം എന്ന് വെച്ചെങ്കിൽ എന്താണ്, ഒരു $20 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ ഡാഷ്ബോർഡ് എന്താന്നുള്ളത് കാര്യങ്ങൾ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ വളരെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മുടെ ആ സിസ്റ്റം എന്താന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു, മനസ്സിലാവാത്തവർക്ക്. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മളുടെ ടോവയെ കുറിച്ചാണല്ലോ ഇപ്പൊ സംസാര വിഷയം. ടോവ വളരെ നല്ല രീതിയിലാണ് ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റേറ്റ്, ഇപ്പോഴത്തെ റേറ്റ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അതിലുണ്ടായിരുന്നു 1.27 എന്നുള്ള രീതിയിലായിരുന്നു. ജനുവരിക്ക് തൊട്ട് മുൻപായിട്ട് പ്രീസെയിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുൻപ് $1 പോലും ഉണ്ടായിരുന്നില്ല നമ്മളുടെ ഈ അസറ്റിന്റെ വാല്യൂ, ടോവയുടെ. അതാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു ഗ്രോത്തിലേക്ക് കയറിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഇന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ ടോവ പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഗ്രോത്ത് നമുക്ക് പ്രീസെയിലിൽ നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 5% ഓഫർ കോയിൻ ഇപ്പോ 2 ദിവസമായിട്ട് കിട്ടുന്നുണ്ട്. മുൻപ് അവർക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് 19 തീയതി ഒക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് 5% കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആ 5% USDT ആയിട്ട് തന്നെ അവരുടെ വാലറ്റിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ അഡ്മിൻ പാനലിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ അവർക്ക് ആ 5%-നുള്ള ടോവ അസറ്റും കൂടി അതിൽ ആഡ് ആവുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി ഏകദേശം ഇന്ന് പുലർച്ചെ ഒരു 1:30-ക്ക് ഏകദേശം ഒരു 1 lakhന് ടോവ പർച്ചേസ് ചെയ്ത സമയത്ത്, അതായത് $1111 പർച്ചേസ് ചെയ്ത സമയത്ത് ജസ്റ്റ് ആ ഒരു സെക്കൻഡിൽ തന്നെ $169 ഗ്രോത്ത് ആണ് അവർക്ക് ഉണ്ടായത്. $169 ആ സ്പോട്ടില്, ആ സെക്കൻഡില് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേക്കും അവരുടെ വാല്യൂ കയറിയിട്ടുള്ളത് $169 ഗ്രോത്ത് ആണ്. അപ്പോ നമ്മളുടെ ടീമില് ഇപ്പൊ മജീദ് സാറിന് അറിയാം, ഇപ്പൊ എന്റെയും നൂറമ്മയുടെയും
ചെയ്യുന്ന ആ ഒരു ടീമില് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു $14,000 ടോവ ബിസിനസ് മാത്രം കയറി കഴിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം തുടങ്ങിയത് ഇനിയിപ്പോ ഒരു 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസം കൊണ്ട് ഇതേപോലെ ഒരുപാട് ടീമുണ്ട് ടെദ്രോഷന്. ഇപ്പൊ ഫിജോ നൂറ എന്ന് പറയുന്ന ഒരു ടീം പോലെ തന്നെ ഒരുപാട് ടീമുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോ ടെദ്രോഷൻ കമ്മ്യൂണിറ്റി. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റിയിലും ഇതുപോലുള്ള സെയില് വരുമ്പോ അതിന്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളുടെ ടീം ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഈ അടുത്ത സൺഡേ ഒരു 20,000 USDT കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ടാർഗറ്റ് എല്ലാ ടീം മെമ്പേഴ്സിനും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ഇതുപോലെ പ്രൊജക്ടുകൾ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ടോവേന എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ലോക്കിംഗ് പീരീഡ് വളരെ 20 days ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. മറ്റുള്ള സിസ്റ്റങ്ങള് അവരുടെ വലിയ എമൗണ്ട് ഇൻവെസ്റ്ററിലേക്ക് നിന്ന് വാങ്ങിയിട്ട് 1 year അല്ലാന്നുണ്ടെങ്കിൽ 30 days 300 days ആ രീതിയിലൊക്കെ ലോക്കിങ് മേടിച്ചിട്ടാണ് പ്രോഫിറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് മാത്രം കൊടുത്തോണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും അവരിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ ലോക്കിംഗ് പീരീഡ് ആയിട്ടുള്ള വലിയൊരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമേ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വളരെ നല്ല പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാല് 20 days മാത്രമാണ്. ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫണ്ട് പോലും നമുക്ക് ധൈര്യമായിട്ട് മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യാൻ ബൈ ചെയ്യാൻ പറ്റും മാർക്കറ്റ് പ്ലേസിൽ നിന്ന്. കാരണം അതായത് ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ മജീദ് ഭായിയുടെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉണ്ടെന്ന് നോക്കി. ഈ 10 ലക്ഷം രൂപ എനിക്ക് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഒരു ഫണ്ടാ. നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് വേൾഡിലെ ടോവ മാത്രമേ ഉള്ളൂ. കാരണം ഈ 10 ലക്ഷം രൂപ ഞാൻ വേറെ ഏത് ട്രേഡിംഗ് രംഗത്ത് ഞാൻ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല 10 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങോട്ടാന്നുള്ളത്. അപ്പൊ ഈ 10 ദിവസത്തില് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഗ്രാഫ് അനുസരിച്ച് ടോവയുടെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് 1% ഡെയിലി എന്നുള്ള റേഷ്യോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 1% ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ. ഓക്കെ, അപ്പൊ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്ര കിട്ടി? ഒരു 10% ഗ്രോത്ത് കിട്ടിയില്ലേ? ജസ്റ്റ് 10 ദിവസം കൊണ്ട് 10% ഗ്രോത്ത് കിട്ടി. അവർക്ക് ഈ മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 3% ആണ് വരുന്നത് നമുക്ക് സെല്ലിംഗ് ചാർജ് വരുന്നത്. ബൈ ചെയ്യുന്ന സമയത്ത് 1% വരുന്നുണ്ട്. ടോട്ടൽ അവർക്ക് ലോസ് വരുന്നത് ശരിക്കും 4% വരുന്നുള്ളൂ എക്സ്ചേഞ്ച് ഫീസ് ആയിട്ട് വരുന്നത്. ബാക്കി 6% അവരുടെ പ്രോഫിറ്റ് ആണ്. തീർച്ചയായും. അപ്പൊ ഈ ഒരു 10 ദിവസം കൊണ്ടാണ് ഈ 6% പ്രോഫിറ്റ് ഈ നമ്മളുടെ ഈ സിസ്റ്റം അവർക്ക് കൊടുക്കുന്നത്. ഈ സിസ്റ്റം കൊടുക്കുന്നത് വളരെ ജെന്യുവിൻ ആണ്. നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ബ്ലോക്ക് ചെയിനിൽ ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ ഇതില് ഒരാളുടെ ഫണ്ട് എടുത്തിട്ടല്ല വേറെ ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രേഡ് വോളിയം നോക്കിയിട്ടാണ് അതിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ പല കൺസെപ്റ്റുകൾ ഞാൻ എന്താ വെച്ചാല് പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മളിലായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള മാർക്കറ്റിലുള്ള കമ്പയർ സ്റ്റഡി നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റുള്ള പ്രൊജക്ടുകൾ കുറ്റമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ് ടോവ എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഒരു ടോവയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എന്റെ ഒരു കടമയാണ്. അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. ഓക്കെ, അപ്പൊ ഇതില് ഓക്കെ. താങ്ക് യു. ബിജു കെ മൈക്ക് ഓപ്പൺ ആണല്ലോ. ബോൺ ടു വിൻ. മജീദ് സാറേ നമസ്കാരം. നമസ്കാരം. ഇർഫാൻ വടക്കാഞ്ചേരി. പറയൂ. നമ്മുടെ എന്റെ ടോവ നമുക്കൊന്ന് ഇപ്പൊ ലൈവിലൊന്ന് ചെയ്താലോ? അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ ഒന്ന് കാണാനും സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ. ആരാണ്? ബോൺ ടു വിൻ ആണോ ചെയ്യണ്ടേ? ബോൺ ടു വിൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഓക്കെ. അതിന് ഞാൻ ഒന്ന് പെർമിഷൻ തരാം ആദ്യം. ബോൺ ടു വിൻ ഒന്ന് സ്ക്രീൻ ഷെയർ ശ്രമിച്ചു നോക്കി.
മീറ്റിംഗ് സെറ്റിംഗ്സ്. മീറ്റിംഗ് സെറ്റിംഗ്സിലൊന്നും പോകണ്ട, ഇവിടെ ചെയ്താൽ മതി. ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ താഴെ കാണുന്നുണ്ടാവും. ഒരു മിനിറ്റ്. ആ ഷെയർ. ഓക്കെ. ഓക്കെ, ഷെയർ. അതില് ഫോട്ടോ സ്ക്രീൻ ഷെയർ സ്ക്രീൻ. സ്ക്രീൻ. ഓക്കെ. ഓക്കെയോ? ഇല്ല, വന്നില്ല. ഷെയർ സ്ക്രീൻ. ഇപ്പൊ ഒരു കുറെ ലിസ്റ്റ് വരുന്നുണ്ടോ? ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഫസ്റ്റ് ടൈം ആണ് എങ്ങനെ വരും? ആപ്ലിക്കേഷൻ ലിസ്റ്റ് വരുന്ന ഏറ്റവും താഴെ സൂം ഉണ്ടാവും. അല്ലേ? ഏറ്റവും താഴെ സൂം കാണുന്നില്ലെങ്കിൽ നോട്ട് അലൗഡ് ആയിരുന്നു. അപ്പൊ അലൗഡ് കൊടുക്കണം അല്ലേ? അലൗഡ് കൊടുക്കണം. റെഡി ആയോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. വന്നു. നീ ഇത് ഓപ്പൺ ആയിക്കോളൂ. ഓക്കെ, ഇപ്പൊ 34.15 USDT ഉണ്ട്. ഓക്കെ, പ്ലാറ്റ്ഫോമിൽ കയറൂ. ഡിസ്കവർ അടിച്ചു, സെർച്ച് ടെതറോഷ്യൻ. ലോഗിൻ. ഇനി ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. യെസ്. മെനു പോയി ഒരിക്കലും ലോഗിൻ ആക്കണം. യെസ്. ടോക്കൺ പോക്കറ്റ്. വാലറ്റ് ഏതാണോ വാലറ്റ് സെലക്ട് ചെയ്യണം. ഉപയോഗിക്കുന്നത് അതായതുകൊണ്ട് അത് ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ സക്സസ്ഫുള്ളി. ഇപ്പൊ നമുക്ക് ടോവലിൽ ബൈ ചെയ്യണ്ടേ? അതെ, ടോവയിൽ ബൈ ചെയ്യണം. അപ്പൊ ഇവിടെ ബൈ ബട്ടൺ കൊടുത്താൽ മതി. ബൈ നമുക്ക് 34 ഉണ്ട് നമ്മുടെ അടുത്ത്. 34 കൊടുക്കുക. 34 കൊടുത്താൽ മതി. യെസ്. ഓക്കെ, ബൈ കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. അപ്രൂവ്. പെർമിഷൻ കൊടുത്തു. ഇനി അടുത്തൊരു അപ്രൂവ് വരും, BNB ഗ്യാസ് ഫീക്ക് വേണ്ടിയുള്ളത്. കൺഫേം പേയ്മെന്റ്. ഓക്കെ, സ്റ്റിൽ പെൻഡിങ് ഇൻ BSC ബ്ലോക്ക് ചെയിൻ പറയുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്താൽ മതി. കണ്ടിന്യൂ. ഓക്കെ, ഇപ്പോ നമ്മൾ $34 വാങ്ങിച്ചപ്പോ 28.061405 ടോവ ഇർഫാന് കിട്ടി. അതിനിപ്പോൾ ബാലൻസ് 35.70 USDT വിലയുണ്ട്. 35 USDT വിലയുള്ള 28 ടോവ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അല്ലേ? കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് താഴെ കാണുന്ന. ബൈ എമൗണ്ട് എത്രയാണ്? 25/3/2025 ഏത് സമയത്താണ് വാങ്ങിയത്, അതിൽ എത്ര കിട്ടി, എത്ര യൂണിറ്റ്സ് കിട്ടി, അതോടെ കാണിക്കുന്നുണ്ട്. ഇനി 20 days ആണ് ലോക്ക് പീരീഡ്. കണ്ടോ, 20 days ലോക്ക് പീരീഡ് ഉണ്ട്. 20 days. അതെ, ഇതിലെ 5% എക്സ്ട്രാ കിട്ടിയത് കൊണ്ടാണ് ഈ $35 ആയിട്ടുള്ളത് അല്ലെ? അതും പ്ലസ് ഈ വാങ്ങൽ വഴി വില കൂടിയിട്ടുണ്ട്. വാങ്ങൽ വഴി നമ്മൾ ലിക്വിഡിറ്റിയും കൂടിയും ആഡ് ആയിട്ടുണ്ട് അല്ലെ? ആഡ് ആയിട്ടുണ്ട്, അതനുസരിച്ച് വിലയും കൂടിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. നോക്കി, ജസ്റ്റ് ആ റൗണ്ട് ഷേപ്പിലുള്ള 2 ലൈനുള്ള മെനു എടുത്തേ. ഓക്കെ, എടുത്തു. ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡ് ടോപ്പില്, ടോയുടെ തൊട്ട് മുകളിൽ ഡാഷ്ബോർഡ് എടുത്തു. ഓക്കെ, ജസ്റ്റ് ആ സൈഡിൽ ഈ മെനു ഒന്ന് ക്ലോസ് ചെയ്തോ. ഓക്കെ, നോക്കിയേ, ഇപ്പൊ വില മാറിയില്ല. നോക്കി, 1.27 16 ആയിരുന്നു നേരത്തെ, ഇപ്പൊ 2.3. 1.27 അതെ. ഓക്കെ, കാരണം നമ്മൾ ആ ബൈ നടത്തിയപ്പോ വിലയും കൂടി. അതായത് ഓരോ ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ വരുമ്പോഴും ഇതിന്റെ ബൈ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അത് എവിടെയൊക്കെ? ടെതറോഷ്യനിൽ ബൈ നടന്നാലും വില കൂടും, ടോവയിൽ ബൈ നടന്ന വില കൂടും, മാർക്കറ്റ് പ്ലേസിൽ ബൈ നടന്ന വില കൂടും. ടെതറോഷ്യനിൽ സെല്ല് ഇടുന്ന വില കൂടും, ടോവയിൽ സെല്ലിംഗ് ഇല്ല, മാർക്കറ്റ് പ്ലേസിൽ സെല്ലിംഗ് ഉള്ളൂ. സെല്ല് ഇടുന്നാലും വില കൂടും. അതെ. ടോവയിൽ നിന്ന് ബൈ ചെയ്താലും മാർക്കറ്റ് പ്ലേസിലാണ് സെല്ല് വരുന്നത് അല്ലെ? സെല്ല് ചെയ്യാം. അതെ, പിന്നെ മാർക്കറ്റ് പ്ലേസിലാണ് നമുക്ക് എവരി ഡേ നമുക്ക് ഏത് സമയത്ത് എനി ടൈം വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഇതില് നമുക്ക് 20 days ടൈം ഉണ്ട് എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അതിന് 5% എക്സ്ട്രാ തരുന്നുണ്ട്. 5% എക്സ്ട്രാ തരുന്നുണ്ട്. അതേപോലെ ടോവയിൽ നിന്നും ബൈ ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് ചാർജ് പിടിക്കുന്നില്ല. മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ മാത്രമാണ് 1% സർവീസ് ചാർജ് പിടിക്കുന്നുള്ളൂ. ഏകദേശം ഐഡിയ കിട്ടി. അപ്പൊ നമുക്ക് ലൈവായിട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഒരു അറിയാനുള്ള ഒരു സംഭവമായിരിക്കും. എല്ലാവർക്കും ഇത് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം. ഇതുപോലെ മീറ്റിംഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരുപക്ഷെ ഇർഫാൻ ചെയ്തു, നാളെ മീറ്റിംഗ് നടന്ന സമയത്ത് ഇർഫാൻ ടീമിലെ ഒരാൾക്കാണ്, അയാൾക്ക് പ്രയോറിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അവിടെ നമുക്ക് കഴിയും. സാർ എന്റെ ഒരു ഫ്രണ്ട് ഇത് ചെയ്യാൻ പോകുന്നുണ്ട് സാർ, അദ്ദേഹത്തിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യൂ,
എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇത്ര ആക്റ്റീവായി വരുമ്പോ കമ്മ്യൂണിറ്റിക്ക് ഇത് മനസ്സിലാവാണ് എത്ര ഈസി ആണെന്നുള്ളത്. ഒരു Screen off അല്ലേ ഇപ്പോ? Screen off അല്ലേ? ഓഫായി. ഓക്കെ, താങ്ക് യു ഇർഫാൻ, താങ്ക് യു. Thank you. ഓക്കെ, യെസ് ബിജു കെ. സാർ എന്നെ കേൾക്കാമോ? പറയൂ ബിജു. സാർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ടെതറോഷ്യനും ഈ ടോവ അഡ്വാൻസും കൂടെ ഒരുമിച്ചാണ് വാങ്ങിച്ചത്. ജനുവരി എൻഡിലായിരുന്നു. ശരി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടത്തിയ ട്രാൻസാക്ഷൻ ടെതറോഷ്യനിൽ കിടക്കുന്ന ഇത് വെച്ചിട്ട് ടോവ ബൈ ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ല, ടെതറോഷ്യനിലെ യൂണിറ്റ്സ് അദ്ദേഹം ഇന്നലെ സെല്ല് ചെയ്തിരുന്നു ഇർഫാൻ. ഇന്നലെ സെല്ല് ചെയ്ത് USDT കൺവേർട്ട് ചെയ്തു. കാരണം ഇർഫാൻ കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് ആയില്ല. അപ്പൊ ഇർഫാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത് അത് ബുദ്ധിപരമായിരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും ബുദ്ധിപരമാണ്. കാരണം എന്താ, 35% നിന്ന് 100% എത്തിയിട്ട് വേണം നമുക്ക് പ്രോഫിറ്റിലെത്താൻ ടെതറോഷ്യനിൽ, ശരിയല്ലേ? അതെ. എന്നാൽ അതവിടെ സെല്ല് ചെയ്ത യൂണിറ്റ്സ് എടുത്ത് ഇവിടെ ബൈ ചെയ്യുമ്പോഴോ ഇപ്പൊ തന്നെ ബൈ ചെയ്ത സമയത്ത് തന്നെ പ്രോഫിറ്റ് ആയി, $35 ഇനി അത് ഗ്രോ ചെയ്യാൻ പോവല്ലേ? അതെ, അല്ല എന്റെ ഇതില് ടെതറോഷ്യനിൽ ഇപ്പോൾ 34.5 സംതിങ് ആണെന്ന് തോന്നുന്നു അതിൽ കിടക്കുന്നത്. 34 ആയിരിക്കില്ല, 35 തന്നെ ഉണ്ടാവും, അതിൽ കൂടുതലുണ്ടാവും. അതെ, അത്രയും കിടപ്പുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച് ഞാൻ ഇനി 2x ആകാൻ ടോവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ 2x എന്ന് പറയുന്നത് നമ്മളിട്ട ഈ 1000 USDT ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ശരി. 1000 അതിൽ 1500 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കോയിൻ. അതെ. അപ്പൊ ഈ 2x എന്ന് പറയുമ്പോൾ 1500 into 2 ആണോ അതോ 1000 USDT 1000ന്റെ 2x. അപ്പൊ അതായത് എനിക്ക് ടോട്ടൽ 2000 ആവുമ്പോഴേ എനിക്കിനി ഇത് സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്നല്ല സാറിന് ഇപ്പോ 1500 യൂണിറ്റ്സ് കിട്ടി. സാറിന് അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുമല്ലോ ഇനി. ഇപ്പൊ നടന്ന ട്രാൻസാക്ഷനിലും അതിന്റെ വില കൂടിയിട്ടുണ്ടാവും. ഞാനിപ്പോ പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് ഫണ്ടായില്ല. അപ്പൊ ഞാനിത് റീപർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അല്ല സാറേ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. സാറിന് കിട്ടിയ 1500 യൂണിറ്റ്സ് ഇപ്പോൾ നടന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്തും വില കൂടും. അങ്ങനെ സാറിന് 60 days ലോക്കിംഗ് ഉണ്ടാവും പ്രീ സെയിൽ ആയതുകൊണ്ട്. അതെ. ആ 60 days കഴിയുമ്പോഴത്തേക്കും സാറിന്റെ പ്രൈസ് ഒരുപക്ഷെ $2000 എത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ $3000 എത്തിയിട്ടുണ്ടാവാം, ചിലപ്പോൾ $3500 എത്തിയിട്ടുണ്ടാവാം. അത് എത്രയാണെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റൂല. കാരണം 60 days കഴിഞ്ഞ പ്രൈസ് എത്രയാണെന്ന് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ. $2000 താഴെയാണെങ്കിൽ ആ 60 days കഴിയുമ്പോൾ സാറിന് വീണ്ടും വെയിറ്റ് ചെയ്ത് $2000 എത്തുന്ന സമയത്ത് സാറിന് സെല് ചെയ്യാം. പക്ഷെ അതിൽ കൂടുതലാണെങ്കിലോ അന്നേരം? കൂടുതലാണെങ്കിൽ $2000 സെല് ചെയ്യാം. ബാക്കിയുള്ള യൂണിറ്റ്സ് അവിടെ ഉണ്ടാകും. ടോവയെന്ന് സാർ വീണ്ടും ബൈ ചെയ്യുമ്പോൾ സാറിന് വീണ്ടും ലിമിറ്റ് കിട്ടും. ആ ലിമിറ്റിൽ വീണ്ടും അത് സെല് ചെയ്യാം ബാക്കിയുള്ളത്. അപ്പൊ ഈ 2000 മേലെ പോകുന്നത് എനിക്ക് മിസ്സാവുന്നില്ല, അതെന്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. യെസ്. അപ്പൊ ഈ 2000 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സെല് ചെയ്തിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാം. ഞാൻ അതിന്റെ ഒരു ഓപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ പ്രസന്റേഷൻ എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഞാൻ കയറിയപ്പോൾ അല്പം ലേറ്റ് അതാ പറ്റിയത്. താങ്ക് യു. നോ പ്രോബ്ലം. നമുക്ക് ഇനിയും വരുന്ന പ്രസന്റേഷനിലെല്ലാം ടൈമിൽ കയറുക. അപ്പൊ ഇതിന്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. യൂട്യൂബ് വീഡിയോസ് റിലീസ് ആവുമ്പോൾ അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു ബിജു സർ. താങ്ക് യു. ഇപ്പൊ നമ്മൾ 1 മണിക്കൂർ 31 മിനിറ്റായി ഇന്നത്തെ മീറ്റിംഗ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ നമുക്ക് വീണ്ടും സൂമിൽ നമുക്ക് കണ്ടുമുട്ടാം. 11 മണി സമയത്ത് ഇതുപോലെ ഒരു ലൈവ് സൂം പ്രോഗ്രാം നമ്മൾ എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും സൂം പ്രോഗ്രാമിൽ എല്ലാവരും കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കുക. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നു എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ. അവർ ചെയ്യുകയോ പ്രോഫിറ്റ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ലാഭം മാത്രം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു നഷ്ട സാധ്യതയുമില്ല. നിങ്ങൾ കടന്നു വരൂ. ആ മെസ്സേജ് ഒന്ന് മനസ്സിലാക്കാൻ സൂം ലിങ്ക് എത്ര പേർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്ക് അയച്ചു കൊടുത്ത് അവർ ആ മീറ്റിംഗിൽ പങ്കെടുത്തു ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം എത്തും. ഇന്ന് സാമ്പത്തിക പരാധീനതയാൽ കഷ്ടപ്പെടുന്ന സമൂഹത്തെ നമുക്ക് കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും. ബുഡ ടെക്നോളജി ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ആൾക്കാരായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.